നല്ല കൂൾ കോട്ടൺ വേണേ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല പോക്കറ്റ് ഒക്കെ ഉള്ള ഇല, നല്ല സ്റ്റോൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. എല്ലാരും അന്വേഷിച്ച് നടക്കണ്ടാവും ഇങ്ങനത്തെ ഐറ്റംസ് എവിടെയാണ് കിട്ടുക. ഇത് ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ. ടീനേജിനുണ്ട് കേട്ടോ. 34-36 വരുന്ന ഐറ്റം ആണ് കേട്ടോ. ഇത് നല്ല റേറ്റ് കുറഞ്ഞ ഐറ്റം ആണ്. സ്റ്റാർ അല്ലാത്തവർ വരെ ഇത് ഇട്ടാ സ്റ്റാർ ആവും. റംസാൻ നോയമ്പുള്ളവർ മാത്രമല്ല, അല്ലാത്തവർക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്. ഇവർ കുർത്തിയാണ്. ഇതിന്റെ ഫാബ്രിക് ആണ് ഇതിന്റെ പ്രത്യേകത. ആപ്ലിക് വിത്ത് മിഷൻ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഐറ്റം ആണ് കേട്ടോ. മലായ് കോട്ടണിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ആണ്. എന്നുവെച്ചാൽ ലിമിറ്റഡ് പീസ് ആയിരിക്കും. മലായ് കോട്ടൺ ആണ്. കോൺട്രാസ്റ്റ് ദുപ്പട്ട. റേറ്റ് ഒക്കെ റീസണബിൾ ആണ്, അഫോർഡബിൾ ആണ്. നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ പാർട്ടി വെയർ ഉണ്ട്. എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കടയാണ് ഈ ഒരു കട. പ്ലസ് സൈസ് ആണ്. പ്ലസ് സൈസ് കോട്ട് സെറ്റ് റെഗുലർ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റം അല്ല, പക്ഷെ ഇതിന് നല്ല സെയിലുണ്ട്. ഇവിടെ മാർക്കറ്റിൽ നമുക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഭയങ്കര പ്രീമിയം ആണ്, പക്ഷെ ഭയങ്കര റേറ്റ് കുറഞ്ഞ ഐറ്റം ആണ്. ബനാറസി ദുപ്പട്ടയാണ്. അയ്യോ, ഞാൻ സസ്പെൻസ് പൊട്ടിച്ചാ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ് കേട്ടോ. എറണാകുളം തുണിയുടെ മാർക്കറ്റിൽ. അപ്പൊ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കടയാണ് ഈ ഒരു കട. എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? മൊത്തം ഡിസ്പ്ലേ, അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കട എന്ന് പറയുമ്പോൾ പ്രിൻസ് ആൻഡ് ഡൈസ്. വേറെ ഏതൊരു ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റാറില്ല. അപ്പം മറക്കാൻ പറ്റാത്തൊരു ഷോപ്പാണ്. ഇനി ഇവിടെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. എന്തായാലും നമുക്ക് അകത്ത് ചെന്നിട്ട് ആ സർപ്രൈസ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാലോ. ഭയങ്കര വലിയൊരു ധമാക്ക സർപ്രൈസ് ആണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കളക്ഷൻ അത് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. ഇപ്പോൾ ഒന്നുകൂടി കൺഫ്യൂഷൻ ആയില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. പോവാം. വിശേഷം കൊണ്ട് വിശേഷമാണ്. സുന്ദരി ആയിട്ടുണ്ടല്ല, എന്ത് രസമായിട്ടുണ്ട്. ഈ ഇതൊന്ന് കുത്തട്ടെ. ഇത് കുത്തവിടെ സ്ഥലമില്ല, മൊത്തത്തിൽ ഇങ്ങനെ വറക്കാണ്. എവിടെയെങ്കിലൊക്കെ കുത്തും ഞങ്ങള് അല്ലേ? എന്താണ് പുതിയ വിശേഷം? പുതിയ സ്ഥലം, പുതിയ വിശേഷം ഒക്കെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ചേച്ചിനെ വിളിച്ചേക്കുന്ന പുതിയ വിശേഷം എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. അതെ, അപ്പൊ 7 മാസം മുമ്പാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത്. അതെ, വീഡിയോ ഒക്കെ എല്ലാരും വീഡിയോയില് 7 മാസം മുന്നേ കണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി കാണാറുണ്ട്. അതെ. അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയാൻ നമ്മള് എന്താ പറയാ, ഓപ്പണിങ്ങിന്റെ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷോപ്പ് ഓപ്പണിങ്ങിന്റെ സമയത്തൊക്കെ വന്നു. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ റീസണബിൾ റേഞ്ചിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എന്ന് പറയുമ്പോ അതുക്കും മേലെ. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്പേസ് ഇല്ല, നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല, ക്വാണ്ടിറ്റി ഇല്ല, ആ പരാതി എല്ലാം പരിഹരിച്ചു. ആ പരാതി പരിഹരിച്ചത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയാം. ഇവിടുത്തെ എന്താ വിശേഷം ആദ്യം പറയാം. ഇവിടെ ഇന്ന് പുതിയ കളക്ഷൻസ് ഒക്കെ ഇപ്പൊ പുതിയ നമ്മൾ ചേച്ചി വരുന്ന പ്രമാണിച്ച് വന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി കസ്റ്റമർ ഉണ്ട്. പിന്നെ നമ്മുടെ പർച്ചേസ് ചെയ്ത കസ്റ്റമർ നമ്മുടെ ഐറ്റം ഒക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിൽക്കണം തോന്നുന്നുണ്ട്. അവരിങ്ങോട്ട് വിളിച്ചു. വേറെ കസ്റ്റമേഴ്സും ഉണ്ട് അവിടെ. അതുകൊണ്ട് അവരെ ഓടിവാ. അവിടെ വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സ് ഇവിടുത്തെ ഡ്രസ്സാണ്. ഒരു മിനിറ്റ്. പറഞ്ഞോ. അത് ഇവിടുന്ന് എടുത്ത ഡ്രസ്സ് തന്നെയാണ്, ചേർത്തലെന്നാണ്. ഞാനിപ്പോ സ്ഥിരം ഇപ്പൊ ഇവിടെ തന്നെയാ വരുന്നത് എടുക്കാനായിട്ട്. നമ്മുടെ ഷോപ്പ് ചേർത്തല. വസ്ത്ര. ഷോപ്പിന്റെ പേര് വസ്ത്ര. എന്റെ പേര് സ്വപ്ന. ഞാൻ ചേച്ചിയുടെ പേര് ഫസ്റ്റ് ചോദിച്ചത്. അപ്പൊ വസ്ത്ര എന്ന് പറയുമ്പോ അടിപൊളി പേരാണെന്ന് ആലോചിച്ച. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പ്രിൻസ് ആൻഡ് ഡൈസിന്റെ കളക്ഷൻസ് നമുക്ക് നമ്മുടെ ഈ ഒരു ഷോപ്പിലും കിട്ടും. അതെ, ചേർത്തല വസ്ത്രയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഐറ്റം ഒക്കെ മേടിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഇല്ലെങ്കിൽ ചേച്ചിനോട് പറഞ്ഞാൽ മേടിച്ചു തരും അല്ലേ? മേടിച്ചു. അപ്പൊ കുറെ ആളുകൾ റീറ്റെയിൽ ഷോപ്പിൽ ഏത് കടയിലാ കിട്ടാന്നൊക്കെ ചോദിച്ച ആളുകൾ വിളിക്കാറുണ്ട്. ചേർത്തലയിലുള്ളവർക്കൊക്കെ ചേച്ചിയുടെ കടയിൽ പോയി മേടിക്കാം. ചേച്ചി നീ ഒന്ന് തിരിഞ്ഞേ. ഇവിടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? റേറ്റ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട് ഒന്ന് പറയാമോ? കളക്ഷനൊക്കെ ഒരുപാടുണ്ട്. റേറ്റ് ഒക്കെ റീസണബിൾ ആണ്, അഫോർഡബിൾ ആണ്. നമുക്ക് ക്വാളിറ്റി നല്ല, തുണിയെല്ലാം നല്ല ക്വാളിറ്റിയാണ്. പ്യുവർ കോട്ടൺ ഒക്കെ നല്ലതാണ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട്. ഇത് അവളെ നിർത്തിയോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവളോട് തിരിഞ്ഞത്. താങ്ക് യു ട്ടാ. സ്വപ്ന മറക്കില്ലേ? ചേർത്തലയിലുള്ള സ്വപ്ന. വേറൊരാളും കൂടി കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആള് വരുന്നില്ലല്ലോ. അങ്ങോട്ട് വാ. ചേച്ചിയുടെ വന്നതാണ്. ചേച്ചിയുടെ കൂടെ ഇവിടെ സ്ഥിരം പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളാണ്. അപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മുടെയാണ്. അപ്പൊ എങ്ങനെയുണ്ട്, സുഖാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ രാവിലെ 2 കുട്ടിയും നമ്മുടെ ഡ്രസ്സ് ഇട്ട് വന്നേക്കാം പർച്ചേസിങ്ങിന്. അപ്പൊ ഇവിടെ മാത്രല്ല പുതിയ കട തുടങ്ങിയത് അറിഞ്ഞാ? അയ്യോ, ഞാൻ സസ്പെൻസ് പൊട്ടിച്ചാ. പിന്നീട് പറയാം. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട്? എങ്ങനെയുണ്ട്? നല്ല കംഫർട്ടബിൾ അല്ലേ? വേറെ ചെയ്യാനൊക്കെ നല്ല സൈസസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അടിപൊളി. പേര് പറഞ്ഞില്ല? പ്രജിഷ. താങ്ക് യു പ്രജിഷ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ വിശേഷങ്ങളായിട്ട് കിടക്കാം. അതെ,
അപ്പൊ നമുക്ക് പുതിയ ഷോപ്പിലേക്ക് പോവാം. ഷോപ്പിന്റെ ലൊക്കേഷൻ എല്ലാം പരിചയപ്പെടുത്തി തരാം. ഫുൾ കളക്ഷൻസ് കാണിക്കാം അല്ലേ. ആക്ച്വലി സർപ്രൈസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പൊ ഈ ഒരു ഷോപ്പ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സക്സസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുതിയ ഒരു ഷോപ്പും കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 1 വീക്ക് ആയിട്ട്. ആക്ച്വലി ഇനോഗ്രേഷനെ വിളിച്ചത് അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. അന്ന് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല, കാരണം ഒരാഴ്ചത്തെ ബില്ലിംഗ് ഇപ്പോഴും പെൻഡിങ്. അത്രയധികം കസ്റ്റമേഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ ഷോപ്പ്, പുതിയ വിശേഷങ്ങൾ, പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇവിടുന്ന് നമുക്ക് പുതിയ ഷോപ്പിലേക്ക് പോകേണ്ടത് അതൊന്നും നമുക്ക് കാണിച്ചു കൊടുത്താലോ. പിന്നെ ഇത് ഇട്ടിരിക്കുന്നത് നമ്മൾ രണ്ടും അവിടുത്തെ കളക്ഷൻ തന്നെ. ഇത് പുതിയ ഷോപ്പിലെ കളക്ഷൻ ആണ്. ഇത് പ്യോർ സിൽക്ക് ആണ്. ഇത് വെൽവെറ്റ് ഓർഗൻസി ആണ്. ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് വെൽവെറ്റ് ഓർഗൻസി ആയിരിക്കും. ഇപ്പൊ ഇനി ഫെസ്റ്റിവൽസ് വരാൻ പോകണം. ആ ഫെസ്റ്റിവൽസിനൊക്കെ സൂപ്പർ ആപ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അത് പുതിയ ഷോപ്പ് എന്ന് പറയുമ്പോൾ വെറും ഷോപ്പല്ല, ഒരു 3-4 നിലയുള്ള വലിയൊരു ഷോപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനി എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെ പുതിയ ഷോപ്പിലേക്ക് എത്തിച്ചാൽ ആദ്യം തന്നെ ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലെ മുന്നോട്ട് ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ ആ ഷോപ്പിലേക്ക് പോകാന്നുള്ളത് പുറത്തുനിന്ന് ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. പോവാം. ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുതിയ ഷോപ്പിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വഴിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഈ കാണുന്ന വഴിയുടെ പേര് പറയുന്നത് പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ. പ്രസ് ക്ലബ് റോഡ്, അതുപോലെ തന്നെ അവിടെ കാണുന്നത് കോൺവെന്റ് ജംഗ്ഷൻ, ആ മൂല കാണുന്നത് കോൺവെന്റ് ജംഗ്ഷൻ മൂലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രസ് ക്ലബ് റോഡ് വഴിക്ക് നേരിട്ട് മുട്ടുമ്പോൾ നമുക്ക് CSB ബാങ്ക് കാണാം. അപ്പൊ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ CSB ബാങ്കിന്റെ അവിടെ നിന്നും, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ വലിയൊരു ഹാർട്ടാണ്. അതെ, എല്ലാ വഴിയിലും 3 കൂടി വഴിയിലും ഒരു വലിയൊരു ഹാർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രിൻസ് ആൻഡ് ഡൈസ് ഇരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെ പോവാ, പോണ വഴി ഒന്ന് കാണിച്ചു കൊടുക്കുക. CSB ബാങ്കിന്റെ ഫ്രണ്ടിൽ കൂടി നമ്മൾ ജസ്റ്റ് ബിൽഡിംഗ് CSB ബാങ്ക് പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണും. MNF ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് കാണും. ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് 4 ഫ്ലോർ മൊത്തം പുതിയ കട. നല്ല തിരക്കുണ്ട്, മാർക്കറ്റ് റോഡാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വരണം. ഇനിയിപ്പോ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ? പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ. പാർക്കിംഗ് സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര കാർ വേണമെങ്കിലും ഇവിടെ വിശാലമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ബേസ്മെന്റ് ഏരിയ മൊത്തം പാർക്കിംഗ് ഏരിയ ആണ്. ഇത് കൂടാണ്ട് മോളിലും പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പൊ എത്ര കാർ വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെയല്ല, ഇതിന് തൊട്ട് ഇപ്പുറത്തേക്കൂടെയുള്ള വഴി. പുതിയ കടയുടെ പേര് നമ്മൾ റിവീൽ ചെയ്തു. കടയുടെ പേര് പറഞ്ഞ മൈ ഫാബ് ക്ലോത്തിങ്സ്. അപ്പൊ പ്രിൻസ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞ ആ കടയ്ക്ക് പുതിയ ഒരു അനിയത്തി കുട്ടി ഉണ്ടായിരിക്കാണ്. മൈ ഫാബ് ക്ലോത്തിങ്. അപ്പൊ അഡ്രസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റൂട്ടോ. അപ്പൊ കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി ഒരു 3ാമത്തെ 4ാമത്തെ കട, എത്രയാ? 5ാമത്തെ അടുത്തുള്ള ഷോപ്പ് മൈ ഫാബ് ക്ലോത്തിങ്. പുതിയ കട, പുതിയ രൂപം, പുതിയ ഭാവം, പുതിയ ഡെമ്മി, പുതിയ പാട്ടുകൾ. അത് അടിപൊളി കലക്കി. ഡെമ്മി അടിപൊളിയല്ലേ? പിന്നെ സൂപ്പർ അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടും. ഇത് ബോംബെന്നാണ്. ഡമ്മി അല്ലാട്ട് ഇവിടെ പ്രൊമോഷൻ ഡ്രസ്സാണ്. അപ്പൊ ഇഷ്ടംപോലെ പാർട്ടി വെയർ കളക്ഷൻസ് കൂടാണ്ട് ജയ്പൂരി കളക്ഷൻസ്. ശരിക്കും മുതലാളി പോണു. ശരിക്കും മുതലാളി ഹായ്, ഇപ്പൊ വന്നോളൂ. ചായ കുടിച്ചിട്ട് ഇപ്പൊ എത്തിയോളൂ. പെണ്ണിനെ കൊണ്ടാ പോണേ, എനിക്ക് വയ്യ, കൈ പിടിച്ചിട്ടാ പോണേ. അപ്പൊ നമുക്ക് പുതിയ കടയിലേക്ക് കയറാം, പുതിയ വിശേഷങ്ങളുമായിട്ട്. മൊത്തത്തില് ക്രൗഡാണ്. പിന്നെ പുതിയ ഷോപ്പാണ്. ഇപ്പൊ ഈ ഒരു സ്പേസിൽ വെച്ചാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടുത്തെ മാതിരിയല്ല. ആ സ്പേസ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇത് എന്താ സംഭവം എന്നുള്ളത്. ഫസ്റ്റ് ഫ്ലോർ ആണ് ഇത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കോട്ടൺ ജയ്പൂർ കളക്ഷൻസ് ആണ്. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്ന കോട്ടൺസിന്റെ പ്രീമിയം കളക്ഷൻസ്, മലായ് കോട്ടൺ, ഖാദി, അതൊക്കെയാണ്. അപ്പൊ നമുക്ക് അത് കണ്ടു നോക്കാം. അല്ല, ഇതൊരു ഫ്ലോർ മാത്രമേ ഉള്ളൂ? അല്ല, മുകളിലേക്ക് ഉണ്ട്. ഓരോ ഫ്ലോറിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്തേക്കുന്ന കളക്ഷൻ കാണാം. മൊത്തം ആ സൈഡിൽ കൂടെ ആദ്യത്തെ കാണാം. ഡോളിന്റെ ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഐറ്റാണ്. പ്രീമിയം ആണ്. ഇത് ഭയങ്കര റെയർ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ആപ്ലിക് വിത്ത് മിഷൻ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഐറ്റാണ് കേട്ടോ. മലായ് കോട്ടണില് ഇതിന് 8 കളേഴ്സ് ഉണ്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. പറഞ്ഞു ചെയ്തു തരും. ടൈം ഉണ്ട്. ടൈം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പൊ വേഗം വന്നാൽ വേഗം കൊണ്ടുപോകാം. ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ബാർകോഡ് ആയിട്ടില്ല. അപ്പൊ അടിപൊളി ഒരു ജയ്പൂരി കളക്ഷൻ. ഇവിടെ കാണുന്നത് മൊത്തം കോട്ടന്റെ കോട്ടന്റെ കളക്ഷൻസ് ആണ്. അത് പ്രീമിയം ആണ്. കുറഞ്ഞ കോട്ടൺസും ഉണ്ട്. റേറ്റ് വൈസ് കുറവുണ്ട്, പക്ഷെ കൂടുതലും പ്രീമിയം കളക്ഷൻസ് ആണ്. റേറ്റ് എത്രയാ എന്താന്നൊന്നും പറയുന്നില്ല. റേറ്റ് പറയാൻ പാടില്ല. കോൾ വിളിക്കാം. ഇപ്പൊ നമ്പറൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണും. പിന്നെ നമ്മൾ പുതിയ ഷോപ്പിന്റെ നമ്പർ തരും. വിളിച്ചിട്ട് ആൾക്കാർ വീഡിയോ കോളിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ
കണ്ടിട്ട് റേറ്റ് അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓക്കെ. അപ്പൊ വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് കളക്ഷൻസ് ആവശ്യപ്പെടാം. അപ്പൊ ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിലോ പ്യോർ അജ്രക്കാണ്. അജ്രക്കിന്റെ പ്യോറിൽ വരുന്ന വേനൽക്കാലാണ്, ചൂടാണ്. അജ്രക്കിന്റെ പ്രീമിയം കളക്ഷൻസ് ആണ്. സൂപ്പർ അല്ലേ? കാഷ്വൽ വെയർ ആളുകൾ ചോദിക്കുമ്പോൾ 2 പീസ് കേട്ടോ, സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ട് ഡെയിലി വെയർ കളക്ഷൻ. ഗജി മോഡലിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ്. ഗജി മോഡൽ, ഗജി സെമി മോഡൽ എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ ദുപ്പട്ടയൊക്കെ അതേ സൂപ്പർ കളക്ഷൻ ആണ്. എല്ലാരും അന്വേഷിച്ച് നടക്കണ്ടാവും ഇങ്ങനത്തെ ഐറ്റംസ് എവിടെയാണ് കിട്ടുക, ഇങ്ങനത്തെ ഐറ്റം എവിടെയാണ് കിട്ടാന്ന് ഷോപ്പ്. ഇതിന്റെ കളേഴ്സ് ഉണ്ടോ? 4 കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, ബ്ലൂ, ടീൽ ബ്ലൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒക്കെ നല്ല ഇതിൽ കുറച്ച് കളേഴ്സ് ഒക്കെ സോൾഡ് ആണ്. നല്ല മൊഡാളിന്റെ അത്ര സോഫ്റ്റ് മോഡലിന്റെ ഒരു ഫിനിഷിംഗ് തന്നെ വരുന്നത്. എല്ലാ കടക്കാരും മൊഡാളിന്റെ ഐറ്റം എവിടെ കിട്ടാന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ മതി, കിട്ടും. ഈ കളക്ഷൻ ഇത് റെഗുലർ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റം അല്ല, പക്ഷെ ഇതിന് നല്ല സെയിലുണ്ട്. അല്ല, നല്ല പ്രീമിയം രീതിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അടിപൊളിയാണ്. ഇതിങ്ങനെ പിന്നെ ഇത് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സിൽ വേണമെങ്കിൽ ഉണ്ട്. പീച്ചും യെല്ലോയും ഉണ്ട്. അതിന്റെ കളക്ഷൻ ആണ്. പീച്ചും യെല്ലോയും ഉണ്ട്. പീച്ച് കളർ, യെല്ലോ കളർ. അപ്പൊ ഈ ഫുൾ ഒരു സൈസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? സൈസ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് പ്ലസ് സൈസ് വരെ ഉണ്ട് കേട്ടോ. ഇത് 3XL വരെ ഉണ്ട്. 3XL ചെറിയ സൈസുകാർക്ക് മാത്രമല്ല 3XL വരെ ഉണ്ട്. ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ? ഓപ്പൺ കാണിച്ചു. ഇതാ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരാം. വെക്ക് ഇതാ, ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരാം. അപ്പൊ ഇത് 2-3 ഷെയ്ഡ് അവൈലബിൾ ആണ്. മഞ്ഞ അതിനേക്കാളും അടിപൊളി. ഇക്കത്തിന്റെ പ്രിന്റ് ആണല്ലോ കൂടുതൽ വരുന്നത്. സൂപ്പർ, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവം. സ്റ്റാൻഡേർഡ് പാർട്ടി വെയറും ആണ്. ദുപ്പട്ട നല്ല ക്ലാസ് ദുപ്പട്ടയാണ്. 2 പീസോ 3 പീസോ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാം. കുറച്ച് സ്റ്റാൻഡേർഡ് പ്രീമിയം ആ ഒരു രീതിയിലാണ് അഫോർഡബിൾ റേഞ്ചും. സ്ലിറ്റ് പറ്റില്ല, മൊഡാളിൽ ഏലയും വേണം. ഞാൻ ഏലയിനെ വെയർ ചെയ്യാറുള്ളൂ എന്നാണെങ്കിൽ നല്ല പോക്കറ്റ് ഒക്കെ ഉള്ള ഏലയും. പാച്ച് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് ആപ്ലിക്കാണ്. ആപ്ലിക്കിൽ ത്രെഡും ഉണ്ട്, മിററും ഉണ്ട്. നല്ല പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുള്ള, വെറുതെ ലോക്കൽ അല്ല. പിന്നെ എന്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചേച്ചിന് ഇത് ഇടാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഫസ്റ്റ്. നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മള് പാർട്ടി വെയർ ഇട്ടത്. ഇതിനും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇത്, അത് വേണമെങ്കിൽ നല്ല സുഖം. പിന്നെ രണ്ടും സുഖം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ അതൊരു പാർട്ടി വെയർ, പക്ഷെ നമുക്ക് അതിങ്ങനെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് പാർട്ടി വെയറും ഡെയിലി വെയർ രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ പോലും പ്രീമിയം ഷോപ്പുകളിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ മാർക്കറ്റിൽ നമുക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഒരു മുതലാളി പോണു, ഒരു മുതലാളി ഇങ്ങോട്ട് പോവാ, ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. കസ്റ്റമർ ഉണ്ട്, നിക്കട്ടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാ ഷോപ്പുകാർക്കും അറിയാം സാലിക്കാനെ. നേരത്തെ കണ്ടു പരിചയമുള്ളതാണ്. ഇതാണ് നമ്മുടെ പുതിയ പാർട്ട്ണറായ ഞങ്ങളുടെ സ്വന്തം സാലിക്ക. അപ്പൊ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സാലിക്ക മതി, സാലിക്ക തന്നാ മതി. കസ്റ്റമറൊക്കെ ഉണ്ട്. പരിചയപ്പെടുത്തിട്ടോ സാലിക്ക. കസ്റ്റമറെ പരിചയപ്പെടുത്തിട്ടോ. കസ്റ്റമറിന് ബുദ്ധിമുട്ടുണ്ട്. ഷോപ്പിന്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ കസ്റ്റമർക്ക് അവിടെ ഒന്ന് ഐറ്റ് എടുക്കാലോ. കളക്ഷൻസ് കാണിക്കാൻ പറ്റില്ല അല്ല, എങ്ങനെയുണ്ട് അഫോർഡബിൾ അതും പറയാ വേണ്ട, ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻ വെച്ച് തുടങ്ങാം. നമ്മുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു മെഹന്തി ഗ്രീനില് വരുന്ന അതേ മൊഡാള് തന്നെയാണ്. ഇതൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടത്. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. എല്ലാ കടയിലും കാണുന്നോർത്ത് വിഷമിക്കേണ്ട. കുറച്ച് കടക്കാർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടുന്ന ഐറ്റാണ്. ഞാൻ ആലോചിക്കുക, ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സഹിച്ച് നിൽക്കണം. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല ഭംഗിയുള്ള യൂണിഫോം. മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ യൂണിഫോം ഒന്നും കാണാതെ എല്ലാ സ്റ്റാഫുകളും ഒന്നും അല്ല. ഫ്ലോറിലുള്ള എല്ലാവരെയും കാണിച്ചു തരും. ഇവിടെ ഫ്ലോറിലുള്ളവർ മാത്രം കാണിക്കണുള്ളൂ, ബാക്കി എല്ലാ ഫ്ലോറിലും ഓരോരോ സ്റ്റാഫ്മാരുണ്ട് കേട്ടോ. അക്കൗണ്ട്സിലുള്ളവരെയാണ് കാണിക്കണേ. എന്റെ പിള്ളേര് നന്നായിട്ട് നിങ്ങളുടെ യൂണിഫോം ആണ് ഇപ്പോഴത്തെ യൂണിഫോം. 2 കളർ യൂണിഫോം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കണം. ഇത് മൊത്തം ഒരു കളറാണ്. ഷോപ്പുകാർക്ക് യൂണിഫോം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ യൂണിഫോം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈസ് എന്ന് വെച്ചാൽ 32 സൈസ് മുതൽ മുകളിലേക്ക് 3XL വരെ ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്നതാണ്. നമ്മൾ ബോംബെയിൽ നമ്മുടെ യൂണിറ്റിന് ചെയ്തിട്ടുള്ള ഐറ്റാണ്. കോട്ട് സെറ്റാണ്. കളേഴ്സ് ഉണ്ട്. ഒരു 8 കളർ ഉണ്ട്. നമ്മൾ 2 കളറാണ്, ഓണിയം പിങ്കും വൈനും. എല്ലാരും സുന്ദരികളായിട്ടില്ലേ? എല്ലാരും ഹായ് കൊടുത്തിയ കസ്റ്റമറെ. ഇനി ഒരു കാര്യം ഒരാളോട് ചോട്ടെ, ഇട്ടിട്ട് എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണ്? കംഫർട്ടബിൾ ആണ്. നല്ല മെറ്റീരിയൽ ആണ്. മറ്റേ സുഖല്ലേ? ഫുൾ ടൈം ഇവരൊക്കെ വർക്ക് ചെയ്യണത്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. കാരണം ഇവര് രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമായിട്ട് ഇവര് വീട്ടിലെത്തണ്ട, പിന്നെ കിടക്കാൻ മാത്രം വീട്ടിലേക്ക് പോകണുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത്. എന്നാലും ഹാപ്പി അല്ലേ നിങ്ങള്? ഹാപ്പി. ഇവിടെ അവരെ ഫേസ് കണ്ടാ അറിയാം നല്ല ഹാപ്പിയാന്നുള്ളത്. നീ പോയി പണിയെടുത്ത് ഓക്കെ. അപ്പൊ നമുക്കിനി കുർത്തി മാത്രം ഉണ്ട്. വേണമെങ്കിൽ കുർത്തി കാണാം. നമ്മള് സ്റ്റിച്ചിങ് ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ. അതെ, നല്ലതേ സ്റ്റൈലായിട്ടുള്ള സ്റ്റിച്ചിങ് കുർത്തി ഉണ്ട്. ചേച്ചി നോക്കിയേ. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഫുട്ബോൾ ആക്കുമ്പോ ഇതിന്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന കളേഴ്സ് ആണ് ഈ കാണുന്നത്. കളേഴ്സ്
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബയിലുള്ള ഫ്രോക്ക് കുർത്തിയാണ്. ഇത് കുർത്തി മാത്രമായിട്ട് പോക്കറ്റ് ഉണ്ട്. ആ കുർത്തി മാത്രമാണ് പ്രിൻസസ് കട്ടാണ്. നല്ല സൂപ്പർ കളേഴ്സിലാണുള്ളത്. നോർമലി കാണാത്ത കളറിലുള്ള ഹക്കോബ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു ഗ്രീൻ നല്ല ഫ്ലോറസെന്റ് ഗ്രീൻ ഡി കളറും വരുന്നുണ്ട്. കോളറായിട്ടാ വരുന്നത് അല്ലേ? കോളറായിട്ടാ വരുന്നത്. പിന്നെ ഇത് ഹക്കോബയിൽ തന്നെ നമുക്ക് യോക്കിൽ ഇങ്ങനെ ഇതുപോലെ വർക്ക് വേണമെന്ന് വെച്ചാൽ കസ്റ്റമർ എടുത്തായിട്ടാണ് കേട്ടോ. കസ്റ്റമർ ഇത് മാറ്റി വെച്ചത് അത് ബാഗ് കാണിക്കാൻ വേണ്ടി എടുത്തോളുന്നത് കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇതും കോട്ടണില് തന്നെ കേട്ടോ. കോട്ടണില് തന്നെ ഈ ഒരു വർക്ക് അതുപോലെ ഇത് 2 പീസാ വരുന്നത് അല്ലേ? 2 പീസ്. കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമറെ നോക്കൂ. കസ്റ്റമറാണ് കേട്ടോ. എന്റെ പ്രിൻസ് ആൻഡേഴ്സിലെ കസ്റ്റമറാണ്. എന്നെ കാണാത്തോണ്ട് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പുതിയ ഷോപ്പിലേക്ക്. അപ്പൊ നിങ്ങളുടെ ഷോപ്പൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എങ്ങനെയുണ്ട് ഇവിടെ? അഫോർഡബിൾ ആണോ? കളക്ഷൻ ഒക്കെ എങ്ങനെയാ? ഓക്കെ ആണോ? നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ 4-5 പ്രാവശ്യം ഇപ്പൊ നമ്മള് സാധനം എടുക്കാൻ വന്നിട്ട് ഇഷ്ടമായി. സ്ഥലം എവിടെയാ നിങ്ങളുടെ? ഞങ്ങൾ കൊല്ലം. കൊല്ലം. അടിപൊളി. ഞാൻ വിളിച്ചിട്ടുണ്ട് മാഡത്തെ. പറയാനാണോ? പറയാൻ തന്നെ. പക്ഷെ ബോംബെ പോകുന്നതിനൊക്കെ വേണ്ടിട്ട് ഒരു എന്നിട്ട് പോയാ ഓക്കെ. ബാക്കി വിശേഷമൊക്കെ നോക്കും. പിന്നെ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് ഇങ്ങനെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ച ഒരാളാണ്. ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, പേര് ചോദിച്ചില്ല. ഷംന തുടങ്ങിക്കോ പണി. ഞങ്ങൾ കുറച്ച് കളക്ഷൻസ് കാണിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ് വൃത്തി മിഷൻ എംബ്രോയിഡറി ആണ്. ഇത് നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട് ഷെൽമി ചേച്ചി. കുറെ പേര് അന്വേഷിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കളർ മാറ്റി ഞാനൊരു പിങ്കിൽ അതന്വേഷിച്ചിട്ട് ഒരു കുട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഗ്രേറ്റ്. ഷെൽമി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഷെൽമി ചേച്ചി മാർക്കറ്റിന്റെ വീഡിയോയിലിട്ട് ഐറ്റം വേണമെന്ന് പറഞ്ഞ് വിളിച്ചു. നന്നായിട്ട് പർച്ചേസ് ചെയ്തു. അവർക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് വിജയിച്ചു. അവര് കുറച്ച് പൈസക്ക് എടുത്തേ, പക്ഷെ നല്ല ലാഭം കിട്ടിയിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയച്ചു ഓസ്ട്രേലിയയിൽ നിന്ന്. പകുതി എനിക്ക് തന്നാ. പിന്നെ ദുബായിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് വന്ന ആളുണ്ട്, അവർക്കും താങ്ക്സ്. ഇതൊക്കെ കളക്ഷൻസ് കണ്ടില്ലേ? ഇതൊക്കെ എന്തൊരു സോഫ്റ്റാ. ഇതൊക്കെ കോട്ടന്റെ പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ. കോട്ടണിൽ വരുന്ന പ്രീമിയം നല്ല കോട്ടൺ ഇവിടം വരെ എത്തും. എന്നുവെച്ചാൽ ജയ്പൂരി സ്റ്റൈലിന്റെ പ്രീമിയം. നമുക്ക് ലോക്കൽ അല്ല പ്രീമിയം. എന്നാൽ ലോക്കൽ ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട്, പ്രീമിയം ഉണ്ട്, എല്ലാം മിക്സ് ആണ്. എല്ലാ ആൾക്കാർക്കുള്ളത് കോട്ടണിന്റെ നല്ല ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന പ്ലസ് സൈസ് ആണ്. പ്ലസ് സൈസ് കോട്ട് സെറ്റ്, പ്ലസ് സൈസ് കുർത്തീസ് 46 മുതൽ 50 വരെ. 50 സൈസ് വരെ, 50-52 വരെ ഉണ്ട്. ഇതില് കളേഴ്സ് ഒക്കെ ഉണ്ട്. കളേഴ്സ് ആണ് പ്ലസ് സൈസിന്റെ കളേഴ്സ്. കാണിക്കാൻ പറ്റില്ല, അപ്പൊ നോക്കാം. ജസ്റ്റ് പാറ്റേൺസ് കാണിച്ചു പോവാണ് കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഫെസ്റ്റിവൽ. ഇപ്പൊ റംസാൻ, ഈസ്റ്റർ, വിഷു, അത് കഴിഞ്ഞ് കല്യാണ സീസൺ. യെസ്. അപ്പൊ ഇതും കോട്ടൺ, നല്ല കൂൾ കോട്ടൺ വേണേ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഫുൾ മിഷൻ എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ലത് 3D പോലെ മിഷൻ എംബ്രോയിഡറി കണ്ട ഒരു ചിക്കൻ വർക്കൊക്കെ പോലെ തോന്നും. അതിന്റെ കളക്ഷൻസ് ആണ്. കളേഴ്സ് ഉണ്ട്, കളക്ഷൻസ് ഗ്രീൻ, പിങ്ക്, യെല്ലോ, അതങ്ങനെ കളർ. ബ്രൈറ്റ് വേണ്ടവർക്ക് ബ്രൈറ്റ്, ലൈറ്റ് ഷെയ്ഡില്, ഫാൻ ഷെയ്ഡില്, ലൈറ്റ് ഷെയ്ഡില്, പേസ്റ്റൽ വേണമെങ്കിൽ പേസ്റ്റൽ, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക്. അതിന്റെ സ്ലീവ് ഒക്കെ നല്ല ക്ലാസ് ആയിട്ടുള്ളത്. കുറച്ച് പഫ് ടൈപ്പ് ആയിട്ട് അല്ലേ? ആ ഒരു മോഡല് പഫ് ടൈപ്പ് ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻ വെച്ചിട്ട് ഷോപ്പ് നല്ല ക്ലാസ് ആക്കാം. അതെ, ഇത് വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ട് ക്രീമിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. എല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല. കാണിക്കും വിത്ത് ബ്രഷ് പെയിന്റ്. ഇത് 3 പീസ് ആണ് കാണിക്കുന്നതൊക്കെ. റേറ്റ് റീസണബിൾ ആണ്. റേറ്റ് വളരെ റീസണബിൾ ആയിട്ടുള്ള ഐറ്റം ആണ്. എല്ലാ ഷോപ്പുകാർക്കും പറ്റും. എല്ലാം ഭയങ്കര റേറ്റ് ആണെന്നുള്ള ഒരു പരാതി വേണ്ട. അത് പ്രീമിയം എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ ക്വാളിറ്റി ആണ്. റേറ്റിന്റെ അല്ല. ഇത് സോഫ്റ്റ് ആണ്, മല്ലാണ് കേട്ടോ. മല്ലില് വരുന്നതാണ്. ദുപ്പട്ടയും മല്ലാണ്. മൽക്കോട്ടൺ. അതിപ്പോ പിണ്ടൊക്കെ ഭയങ്കര ട്രെൻഡ് ആണല്ലോ. അതെ, മല്ലില് 3 പീസ് സെറ്റ്. മല്ലില് അതില് ഫുൾ ഇതില് പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട പോർഷനില് സൈഡിൽ ഇങ്ങനെ ഒക്കെ പ്രിന്റ് വന്നിട്ടുണ്ട്. വിത്ത് പാന്റ് 3 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ. സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ്. വെറൈറ്റീസ് ഇഷ്ടം പോലെ. അയ്യോ, സ്ലീവ്ലെസ്. ഇത് പ്രിൻസസ് കട്ടാണ്. ക്ലോത്ത് പ്രീമിയം ആണ്. പോക്കറ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ കളക്ഷൻ ട്ടോ. സ്ലീവ്ലെസ് കളേഴ്സ് ഉണ്ട്. നിറയെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് വരുന്നത് ഇതെല്ലാം അങ്ങനത്തെ കളക്ഷന്റെ ഇതൊക്കെ കവറിലിരിക്കുന്ന ഏകദേശം കളർ ഐഡിയ കിട്ടില്ല. എന്നാലും നല്ല നല്ല പൊട്ടിക്കാർക്കൊക്കെ നല്ല സൂപ്പർ ആണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ട്രെൻഡി ഒരു കളക്ഷൻ ചെയ്ത് നമ്മൾ തന്നെ ക്ലോത്ത് എടുത്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ്. അപ്പൊ ഒരു യൂണിറ്റ് വരേണ്ട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി വീണ്ടും കാണിക്കാനില്ല. പിന്നെ ഇതിന്റെ 3 പീസ്
സെറ്റ് ആണ് എന്നുവെച്ചാൽ ഇനി ടോപ്പും ബോട്ടും 2 പീസ് 2 പീസ് അല്ലേ? 2 പീസ് ടോപ്പും ബോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പ് കേട്ടോ. അതെ, നല്ല സ്റ്റാർസ് ഒക്കെ ഇടുമ്പോഴത്തെ ഡ്രസ്സ്. യെസ്. എനിക്ക് എന്താ കുറവ്? ഒരു കുഴപ്പമില്ല ചേച്ചി, മിന്നും താരമാണ്. ഓക്കെ. എല്ലാരും ഇന്ന് കണ്ടവരൊക്കെ പറഞ്ഞില്ലേ ഞാൻ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പറയണു. ഞാൻ അവിടുത്തെ കടയിൽ പോയപ്പോൾ ഇത് തന്നെയാണ് പറിച്ചത്. ഇത് അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന മസ്ലിനാണ്. ഇത് പ്യോർ മസ്ലിനാണ്. ദുപ്പട്ട കൊണ്ടൊന്നും കേറത്തില്ല, നല്ല സോഫ്റ്റ് ആട്ടോ. കുറെ പേര് പറയും അയ്യോ മസ്ലിൻ കൊണ്ട് കയറും. ഇത് കൊണ്ട് കയറില്ല, നല്ല സോഫ്റ്റ് ആട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ബഹളം. ഇത് പ്ലെയിനിൽ ചിക്കൻ വർക്ക് വരുന്ന, ചിക്കൻ കട്ട് വർക്ക് വരുന്ന ചിക്കനില് അതിൽ ചെറുതായിട്ട് ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം ടോൺ ടു ടോണിൽ വരുന്ന 3 പീസിന്റെ കളക്ഷൻ ആണ് വിത്ത് ദുപ്പട്ട. ഇതൊക്കെ ഭയങ്കര പ്രീമിയം ആണ്, പക്ഷെ ഭയങ്കര റേറ്റ് കുറഞ്ഞ ഐറ്റാണ്. റേറ്റ് നല്ല കുറവാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. കളേഴ്സ് അവൈലബിൾ ആണ്. വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് കളക്ഷൻസ് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നേരിട്ട് വരണമെങ്കിൽ വരും ചെയ്യാം. ഇത് അടിപൊളി നല്ല ബ്രാൻഡിന്റെ ഇതിൽ വരുന്ന 24 പാനലായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ദുപ്പട്ട. കഴിഞ്ഞല്ലേ നമുക്ക് കുറച്ചിങ്ങോട്ട് നീങ്ങിക്കാം. അവിടെ ഭയങ്കര തിരക്ക്. ഇത് നോക്കിയപ്പോ ഒരു പാനൽ കട്ടില്. ഇതാകുമ്പോ എന്താന്ന് വെച്ചാൽ ഷേപ്പ് നല്ല ഭംഗിയിൽ കിടക്കും. അതൊന്നും ഇങ്ങോട്ട് കാണിച്ചേ. ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല വർക്ക് വിത്ത് ബോട്ടം സൂപ്പർ ആയിട്ടുണ്ട്. പൊക്കി പിടിക്കാണ് ചേച്ചി. ഇതിട്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. നല്ല ഷേപ്പ് കിടക്കും. ഇത് ഇട്ടാ മതിയായിരുന്നു അല്ലേ? ഇപ്പൊ അങ്ങനെയാ. മറ്റേത് ലൂസായിട്ട് ഇതാകുമ്പോ നല്ല ഷേപ്പിൽ കിടക്കും. ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ്. ഇതെന്താ മെറ്റീരിയൽ? ഏതാ ഇത്? മോഡൽ സെമി മോഡലാണ്, പക്ഷെ വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ്ലെസ് ആ സെമി മോഡലില്. എല്ലാവർക്കും പറ്റും. ഈ സ്ലീവിന്റെ പോർഷനിലാണെങ്കിൽ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിന്റെ പോർഷനിൽ വർക്കും വരുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വിത്ത് പോക്കറ്റ് അടക്കം വരുന്നതാണ് കേട്ടോ പാന്റില്. ഖാദിയില് പണ്ട് നമ്മള് ചേച്ചി ഖാദി ഇട്ട് ഭയങ്കര ഹിറ്റ് ആക്കിയായിരുന്നു. ഏകദേശം ഇത്തിരി ഗ്രീനിഷ് ആയിരുന്നു. ഗ്രീൻ മിക്സ് കുറച്ച് ചോദിച്ചിട്ട് 1000 പേരെങ്കിലും പിടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് 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 ഞാൻ മടുത്ത്. അപ്പൊ മാറ്റി അപ്പൊ ആൾക്കാർ സമ്മതിക്കുന്നില്ല. അതില്ലേ, അത് തരാവോ? ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇത് കസ്റ്റമർ കാണിക്കുന്ന ഈ ബ്ലാക്ക് സെയിം ഇതിന്റെ തന്നെ കസ്റ്റമറിനെ കാണിച്ചുകൊണ്ടിരിക്കണം. ഇത് ബ്രൗൺ ഉണ്ട്, വൈൻ ഉണ്ട്, കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. അടുത്തത് ഇത് ആപ്ലിക്ക് വരുന്ന 3 പീസ് സെറ്റ്. ഇവിടെ കാണിക്കുന്നുണ്ട്. ആപ്ലിക്ക് വരുന്ന 3 പീസ് സെറ്റ് ആട്ടോ. അതിന് അജ്രക്കിന്റെ പ്യോർ ദുപ്പട്ടയാണ്. ഇത് പ്ലസ് സൈസിലുണ്ട് കേട്ടോ. ഇതും ഈ മോഡൽ തന്നെ നമുക്ക് പ്ലസ് ഹൗസിലും ഉണ്ട്. പ്ലസ് സൈസ് കളേഴ്സും ഉണ്ട്. ഇതിപ്പോ 38 കാണിക്കുന്നത് കേട്ടോ. ചേച്ചിക്ക് അത് മതി. അത് ഇതിന് അത്യാവശ്യം നല്ല സൈസിലുണ്ട്. ചേച്ചിക്ക് മതിയാവൂല. സാധാരണ നമ്മള് 48 ഒരു സൈസ് ചെറുത് മേടിച്ചാലും പാകാവും. അതാണ് ഇതൊക്കെ. ബാക്കിലുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഇതാണ് കളക്ഷൻ. ഇപ്പൊ ഒരു മനസ്സിലൊരു തൃപ്തി. ഇത്രയും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ലോ എന്നുള്ളത് കണ്ടോ. ഇതിന്റെ വിത്ത് ദുപ്പട്ട വിത്ത് പാന്റ് അടക്കം കോട്ടണില് പ്യുവർ കോട്ടണില് കേട്ടോ. വിത്ത് പാന്റ് എടുക്കും. ഫീലൊക്കെ പിടിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ? ആ പിടിക്കുമ്പോ തൊടുമ്പോൾ കസ്റ്റമറൊക്കെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് വന്നവരൊക്കെ പറഞ്ഞ് എല്ലാം ഇഷ്ടപ്പെട്ടു, ഏതെടുക്കണം എല്ലാം കൂടി എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാരും. പിന്നെ കുറെ പേരൊക്കെ ഇത് എടുത്തു വെച്ചിട്ട് പിന്നെ ക്യാഷ് തരാം അയച്ചേക്കൂന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. അതൊക്കെ കാണുന്ന മൊത്തം കേട്ടോ. ഇനി ഇതൊക്കെ ബില്ല് ചെയ്യാനുള്ളതാണ്. പക്ഷെ അങ്ങനെ ക്രെഡിറ്റ് പരിപാടി നമ്മൾ കൊടുക്കുന്നില്ല അല്ലെ? പിന്നെ ഉണ്ട്, എന്നാലും അത്രക്കില്ല. ഇത് ഓക്കെ. ഇതിൽ കാന്തവർക്കുണ്ട്. പക്ഷെ മലായ് കോട്ടൺ ആണ്. കോൺട്രാസ്റ്റ് ദുപ്പട്ട, സെയിം ബോട്ടം വിത്ത് ബോട്ടം. അങ്ങനെ 3 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ 3 പീസിന്റെ പ്രിന്റഡും എല്ലാം കുറെ വന്ന് ആളുകൾ മടുത്തു. അപ്പൊ പ്രിന്റഡ് വേണ്ടാത്തവർക്ക് എന്ന് വെച്ചിട്ട് പ്രിന്റഡ് ഉണ്ട്. ഇനി നമുക്ക് പ്രിന്റ് കാണാം. ഓക്കെ. ഇത് നോക്കിയാ പ്രിന്റ് വരുന്നത്. പ്രിന്റില് കോളർ നെക്ക് വരും. ബീൽ തന്നെ. ഇതില് വിത്ത് ദുപ്പട്ട. ഭയങ്കര ബഡ്ജറ്റ് ബൈ ആണ്. നല്ല പ്രൈസ്, ഭയങ്കര ലോ പ്രൈസ് വരുന്ന ഐറ്റാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ പ്രൈസ് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്കത് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് വിത്ത് 3 പീസിന്റെ ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. ഹലോ, വെൽക്കം. കളേഴ്സ് നോക്കിക്കേ. ഇതൊക്കെ നല്ല റെയർ വയലറ്റ് ഷെയ്ഡിൽ. ഓക്കെ. ഇത് കണ്ടോ, വാവ്, വലിയ പ്രിന്റോ. ദുപ്പട്ട സ്ട്രൈപ്പ് വന്നിട്ട് ആ താഴെ ഒരു ലേസ് ഡീറ്റെയിൽ ഉണ്ട്. ഇത് ശരിക്കും ഒഴുകി പോവാണ്, അത്രയും സോഫ്റ്റ് ആണ്. അപ്പൊ ദുപ്പട്ട നീ പിടിച്ചു വെക്കി. ഇങ്ങനെ കണ്ടോ. ഇതാണ് ഇതിന്റെ ലുക്ക് വരാ, ഓവറോൾ ലുക്ക്. ഇത് മല്ലാണ്, മല്ലില് വരുന്നതാണ്. പ്യോർ നല്ല മല്ലാണ്. അപ്പൊ കസ്റ്റമർക്ക് നല്ല ഇടാൻ ഭയങ്കര കംഫർട്ട്. കൂടുതൽ ഭയങ്കര ചൂട് വരുന്ന സമയമല്ലേ ഇനി. അപ്പൊ മല്ലാകുമ്പോ
ചൂട് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി. നമ്മുടെ കാലാവസ്ഥ എവിടേക്ക് പോകണം നമുക്ക് തന്നെ ഭയങ്കര ചൂടാണ്. അതേപോലത്തെ അവസ്ഥയാണ്. അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ വർക്കുണ്ട്. ഇതും വലിയ പ്രിന്റില്, വലിയ പ്രിന്റ്, ചെറിയ പ്രിന്റിന് ദുപ്പട്ട, ചെറിയ പ്രിന്റ്, അങ്ങനെ കോൺട്രാസ്റ്റ്. പ്ലെയിൻ വേണ്ടവർക്ക് പ്ലെയിൻ, വലിയ പ്രിന്റ് വേണമെങ്കിൽ അങ്ങനെ, ചെറിയ പ്രിന്റ് വേണമെങ്കിൽ അങ്ങനെ. ഒരേ ഏരിയക്ക് ഒരേ ഐറ്റം അല്ലേ. ചിലർ പറയും പ്രിന്റ് വേണ്ട, ഏത് വേണമെങ്കിലും ഉണ്ട്. ചിലർ സിമ്പിൾ ആയിട്ട് മതി, ചിലർക്ക് തിളങ്ങണത് വേണം, ചിലർക്ക് ഫുൾ വർക്ക് വേണം. ഒക്കെക്ക് ഇവിടെ സെറ്റ് ആണ്, ആരും നിരാശപ്പെടുത്തില്ല. അതെ, ഒക്കെ ഇവിടെ സെറ്റ് ആണെന്ന്. ബാന്തിനി വരുന്നിട്ടുണ്ട്. ഇതാ ഇത് ബാന്തിനിയില്, അതും 3 പീസിന്റെ തന്നെയാണ്. 3 piece ആണ്, ദുപ്പട്ടയാണ്. മൽക്കോട്ടൺ. ഇത് നല്ല ഡയമീറ്റർ ദുപ്പട്ട കേട്ടോ. 2.5 മീറ്ററും ഉണ്ടാവും. നല്ല വലിപ്പം, കുറച്ച് വലിപ്പം കൂടും. ഡയമീറ്റർ 2.5. അത്യാവശ്യം വലിപ്പം കൂടും കേട്ടോ. അത് വിത്ത് പാന്റ് സെയിം ടോണിലാണ് വരുന്നത്. അത്യാവശ്യം പാർട്ടി വെയറിൽ വേണമെങ്കിലും പോകും. കാരണം ഒരു ചെറിയ മിറർ ഡീറ്റെയിൽ ഉണ്ട്, ലൈസ് ഉണ്ട്. വേറെ ഒരു കോട്ടൺ അല്ല. ഇങ്ങനെ ശരിക്കും അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം നോക്കട്ടെ. അടിപൊളി. സ്ലീവിന്റെ വെറൈറ്റി ഉണ്ട്. സ്ലീവില് വെറൈറ്റി ഉണ്ട് കേട്ടോ. ചെറിയായിട്ട് ഇങ്ങനെ ഒരു സ്ലീവിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല കളക്ഷൻ. അടുത്തത് നോക്കുകയാണെങ്കിൽ ആ പാനലിൽ വരുന്നതാണ്. ഫുൾ ഓവറോൾ വീനെക്കിലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത്. ആഹാ, എന്താ രസം. 3 പീസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വന്നാൽ ഇവിടെ സെറ്റ് ആണ്. 4 ഫ്ലോർ എന്ന് വെച്ചാൽ സ്പേസ് ഇല്ല എന്നുള്ള ഒരു പരാതി പറയില്ല. സീറ്റ് ഉണ്ട്, സ്പേസ് ഉണ്ട്, ഇരിക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരും നിൽക്കും വേണ്ട, ഇരുന്ന് കാണാം. ഇത് പാനലിൽ തന്നെ വരുന്നതാണ്. ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. അതേ ബോട്ടം വിത്ത് സിക്സാക് ബോട്ടം. ഇങ്ങനെ കോട്ടണിൽ നല്ല പ്യുവർ പ്രീമിയം കളക്ഷൻസ് ആണ്. പിന്നെ ഇതും വീനക്കിൽ തന്നെ കേട്ടോ. ഇതൊക്കെ എവിടെ നോക്കിയോ തപ്പി. കുറക്കെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. ഒരു 3 month ഞങ്ങൾ ഇന്ത്യ ഫുൾ എല്ലാം കറങ്ങി അങ്ങനെയാണ് കളക്ട് ചെയ്തെല്ലാം റെഡിയാക്കി. അങ്ങനെ നമുക്ക് വേണ്ടി നല്ലതായിട്ട് ടൈം എടുത്ത് ചെയ്തു. കാരണം എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ നിരാശപ്പെടുത്തരുത്, എല്ലാവരും തൃപ്തിപ്പെടുത്തണം. റേറ്റ് ആണെങ്കിലും അവിടെ വന്നിട്ട് ആളുകൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്ര റേറ്റ് പറ്റില്ല. അപ്പോൾ എനിക്ക് എല്ലാം കൂടി അവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ എന്ന് വെച്ചിട്ട് ഏറ്റവും താഴെയുള്ള ലോ പ്രൈസ് തൊട്ട് നല്ല ഏറ്റവും ഹൈ പ്രൈസ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ പോകുന്ന റേറ്റ് പറയാത്തോണ്ട് പറയുന്നില്ല. ഏറ്റവും ഹൈ റേഞ്ച് വേണ്ടവർക്കും ഉണ്ട്, ഏറ്റവും താഴത്തെ റേഞ്ച് വേണ്ടവർക്ക്. ഹൈ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ബുട്ടിക്കാർക്കാണ്. അതുപോലെ സാധാരണക്കാർക്ക് നമുക്ക് കടയിലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്കുള്ളതും ഇവിടെ. അതെ, വീട്ടിൽ കച്ചവടം ചെയ്യുന്ന അമ്മമാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ഐറ്റവും ഉണ്ട്. അതെ, എല്ലാതും ഉണ്ട്, A to Z. ഇതും കോട്ടണില് തന്നെ. ഇത് കളർ കോമ്പിനേഷൻ സൂപ്പർ ആട്ടോ അല്ലേ. ടൈ ആൻഡ് ചെയ്തിട്ടുള്ള ദുപ്പട്ട, ബോട്ടം. ബോട്ടം എന്റെ കയ്യില്. ഇതൊക്കെ അന്വേഷിച്ച് ഓൺലൈനിൽ കണ്ടിട്ട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഇത് എവിടെ കിട്ടും, എവിടെ കിട്ടും. ഇതൊക്കെ വീഡിയോ കോൾ ചെയ്താൽ കാണാൻ പറ്റും. സൺഡേ ഓപ്പൺ ആടാ. സൺഡേ ഓപ്പൺ ആണ്. ഇനി ഒരു 4 സൺഡേ ഓപ്പൺ ആണ്. അത് ഫെസ്റ്റിവൽ സമയം ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഓപ്പൺ അല്ല. സൺഡേ ഓപ്പൺ ആണ്. വൈകിട്ട് നേരത്തെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് കാണിക്കും. അങ്ങനെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ടൈം അഡ്ജസ്റ്റ് അപ്പൊ ഒന്ന് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തോളൂ. കാരണം വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാഫ്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഒരാൾ മാത്രമല്ലല്ലോ വിളിക്കുന്നത് കുറെ പേരാണ്. ടൈം ബുക്ക് ചെയ്യും, അവരുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇത് വിത്ത് ദുപ്പട്ടയായിട്ട് വരുന്ന ഒരു കളക്ഷൻ. മസ്ലിന് വരുന്നതാണ്, പക്ഷെ ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അതില് ചെറുതായിട്ട് ഒരു സെറീര വർക്ക് കളറുണ്ട്. നല്ല സോഫ്റ്റ് ഫാബ്രിക്. സെറി അല്ല കേട്ടോ ഇത്. ശരിക്കും ഇതിനകത്തെല്ലാം ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്, ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഷോപ്പിലും ഇത് തന്നെ വരും എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട. എല്ലാം ഒരുപാട് ചോയ്സ് ഉണ്ട്, ക്വാണ്ടിറ്റി കുറവാണ്. ഒരു സാധനത്തിന് 100 പീസ് 500 പീസ് ഒന്നുമില്ല, കുറച്ച് പീസേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി വാങ്ങിച്ച എല്ലാവർക്കും ഒരുപോലെ വരുന്ന ചിന്തിക്കണ്ട, ഒരിക്കലും റിപ്പീറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഈ സംഭവം തന്നെ വേറെ ഷോപ്പിൽ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ യൂണിക് ആയിട്ട് ഒരേ ഐറ്റത്തിനും ഇതെല്ലാം ഒരേ സെയിം ഐറ്റമാണ്, പക്ഷെ വേറെ വേറെ പ്രിന്റിലും ഡിസൈനിലും പ്ലെയിൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. വെറൈറ്റി കളേഴ്സും. ഇത് വേണോ അത് ഇട്. അതെ, ഇതൊക്കെ പാർട്ടിവെയർ കുർത്തിയാണ്. ഇതിന്റെ ഫാബ്രിക് ആണ് ഇതിന്റെ പ്രത്യേകത. നല്ല ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്, പ്രീമിയം ഫാബ്രിക്. മിറർ ബീഡ് ഒക്കെ അത്യാവശ്യം വേണമെങ്കിൽ. അല്ല, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പഫാണ് സ്ലീവ് ഒക്കെ, ഹാഫില് പഫൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ. പിന്നെ ഇതാണെങ്കിൽ 3 പീസാ. ഇത് കോൺട്രാസ്റ്റില് വരുന്നത്. കോൺട്രാസ്റ്റില് 3 പീസ് കളക്ഷൻ. ഒക്കെ ഓരോന്ന് വെച്ചാൽ ഇതൊക്കെ തൊട്ട് ഫീൽ ചെയ്തിട്ട് നമ്മുടെ കടയിൽ കൊണ്ടുവയ്ക്കുന്നതിന്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. ഒരു തവണയിലൊന്ന് വന്ന് ഈ ഒരു കട ഒന്ന് വിസിറ്റ് ചെയ്യോ. നിങ്ങൾ വരുന്നവരാണെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് പർച്ചേസ് ചെയ്യാം. വൺ ടൈം വരുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത് ജെനുവിൻ ആണോ എന്നൊക്കെ അറിയാനും പറ്റും. അത് തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് ചില ആളുകളൊക്കെ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, നേരെ നെടുമ്പാശ്ശേരിയിൽ വന്ന് നോക്കി ഇത് ജെനുവിൻ ആണോ എന്ന് കറക്റ്റ് ചെയ്ത് പോയിട്ട് പർച്ചേസ് ചെയ്തവരുണ്ട്.
ആകെ 2 മണിക്കൂറിന് വന്ന ഒരു കസ്റ്റമർ വരെ ഉണ്ട് വന്ന് പർച്ചേസ് ചെയ്ത് പോയത്. കണ്ടോ, ഇത് 2 പീസിന്റെ ഒരു കളക്ഷൻ ആട്ടോ, വിത്ത് ഫുൾ ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ. സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്നാലും തീരില്ല, ഇനിയും ബാക്കി 3-4 ഫ്ലോർ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാം കുർത്തീസാണ്. ഇത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞില്ലേ, കാല് വയ്യാത്തവരും കുറച്ചു നേരം മടുക്കുന്നവർക്കൊക്കെ സീറ്റ് ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കാണിക്കും. ഇനി മുകളിലെ വേണമെങ്കിൽ ഞങ്ങൾ താഴെ കൊണ്ടൊന്ന് കാണിക്കും. കയറാൻ ബുദ്ധിമുട്ട് എന്നാലും ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിൽ വേണമെങ്കിൽ കയറാം. 3-4 നില എന്ന് വെച്ചാൽ കടയുടെ പുറത്തേക്ക് പോകണ്ട, ലിഫ്റ്റ് ത്രൂ ആയാലും നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു സൈഡിൽ എന്താ ബിഗ് സൈസ് കളക്ഷൻ. ബിഗ് സൈസ് എന്ന് പറയുമ്പോൾ ഒരു 50, 52, 54 അങ്ങനെ 3 എണ്ണത്തിന്റെ സെറ്റ് ആയിരിക്കും വരാം കേട്ടോ. 46 മുതൽ 54 വരെ ഉണ്ട്. 46 തൊട്ട് 54 സൈസസ് വരെ. ഇത് ഫുൾ ആ ഒരു കോട്ടൺ റയോൺ ആ മിക്സ് ആയിട്ട് പ്ലസ് സൈസ് കാര്യങ്ങളതാ. പ്ലസ് സൈസുകാർക്കുള്ളതാണ് കൂടുതൽ. ഇതിനകത്ത് കൂടുതൽ നല്ല കളർഫുൾ ആയിട്ടുള്ള റയോണിൽ കിടക്കട്ടെ പാനൽ വർക്കിന്. ഇത് അടിപൊളി ഫ്രോക്ക് കുർത്തിയാണിത്, ബ്ലൂ ഷർട്ട് കുർത്തി. അതിന്റെ ക്ലോത്ത് ഉണ്ട്. ഇത് ഒക്കെ ഒന്നിലൊന്നും വെച്ചാട്ടെ ഏത് എടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയി. ഇനി ഇത് ചിലപ്പോ ഒരാഴ്ച ഒന്നും നിന്ന് വരില്ല, അപ്പഴേക്ക് പുതിയ കളക്ഷൻസ് വരും അല്ലേ. ബണ്ടിലുണ്ട്, നമ്മൾ കാണിക്കും. ഒരു ഫുൾ ഇത്രയും തന്നെ ബണ്ടിലും ഉണ്ട്. ഇത്രയും തന്നെ അത്രയും തന്നെ ഗോഡൌൺ ഉണ്ട്. പൊന്നെ, അപ്പൊ ഇനി പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റൂട്ടോ. അപ്പൊ ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ടി പുതിയ കളക്ഷൻസ് വെയിറ്റിംഗ് ആണ്. 2 മാസം പൊട്ടിക്കാനുള്ള കളക്ഷൻ. എന്റെ പൊന്നെ, സൂപ്പർ 2D സ്റ്റൈലിൽ അല്ലേ, അടിപൊളി. നമ്മള് സാരീസിനൊക്കെ കണ്ടില്ലേ, അതുപോലെ ഇതിലും ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രോക്ക് ഇതിന്റെ കളേഴ്സ് ഉണ്ട് അല്ലേ. ലാവെൻഡർ, യെല്ലോ, പീച്ച്. അതിലത്തെ ഈ കളേഴ്സ് മാറൂട്ടോ. അതില് പിങ്ക് വരുന്നുണ്ട്, യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, ലാവെൻഡർ ഉണ്ട്. ലാവെൻഡർ എടുത്ത ലാവെൻഡർ നല്ലത് കുറച്ചുകൂടി. ലാവെൻഡർ ഇപ്പൊ ട്രെൻഡ് ഓടുന്നുണ്ട്. ട്രെൻഡ് കൂടുതൽ ലാവെൻഡർ ഷെയ്ഡാണ്. അതോടെ അടിപൊളി ഷെയ്ഡാണ്. ഇതിനും കുറവൊന്നുമില്ല കേട്ടോ, നല്ല കളക്ഷൻ ഒക്കെ തന്നെയാ. ഇത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് 2നും പോകുന്ന ഐറ്റം അല്ലേ. അത് കഴിഞ്ഞാലും ഈ വിഷു ഈസ്റ്റർ ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇത് കഴിഞ്ഞാലും ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവും. അതെ, സൂപ്പർ. നല്ല ഫ്ലെയർ ഉണ്ട്. ഇത് ഫുൾ ഫ്ലെയറോട് കൂടിയിട്ട്. ഓ സൂപ്പർ, അടിപൊളി. ഇതൊക്കെ കസ്റ്റമേഴ്സിന്റെ അത് കസ്റ്റമേർഡ് ആയിട്ടാണ് ഇപ്പൊ രാവിലെ എടുത്തത്. ഇതൊക്കെ ബില്ലിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ ഫുൾ ബണ്ടിൽ കയറി പോവാനുള്ളതാണ്. അപ്പൊ നമ്മള് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഇല്ല. നിങ്ങൾ ബില്ലടിച്ച് എന്തുവാണെങ്കിലും നിങ്ങൾ ചെയ്തോ. ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോവാം. ഇവിടെ ആകെ തിക്കുന്നതായിരിക്കും മേളം. കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ലിഫ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ ലിഫ്റ്റിൽ പോവാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ പാർട്ടി വെയറും കുറച്ച് വെസ്റ്റേൺ പിന്നെ 2 പീസ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ആളെത്തിയാ കസ്റ്റമറും ഉണ്ട്. അവിടെ നടക്കട്ടെ, നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ. അപ്പൊ പാർട്ടി വെയർ കസ്റ്റമൈസ്ഡ് പാർട്ടി വെയർ ആണ്. ഫസ്റ്റ് തന്നെ ചേച്ചി ഇട്ടേക്കുന്ന പാർട്ടി വെയർ നോക്കിക്കോട്ടോ. ജുവൽ നെക്ക് പോലെ നെക്ക് കൊടുത്തിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുള്ള പാർട്ടി വെയർ ആണ്. താഴെ ഒന്ന് കാണിച്ചു കൊടുത്തേ. 2 കളറിൽ അല്ലേ. ഇത് വെൽവെറ്റ് ഓർഗൻസ ആണ് ഇതിന്റെ ക്ലോത്ത് വരുന്നത്. ഡബിൾ ഷെയ്ഡ് ആണ്. ഒരു പിങ്കും റാണി പിങ്കും റെഡും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പൊ വീനക്കാണ്. വീനക്ക് എന്നാ പറയണേ. വീനക്ക് അല്ല, താഴത്തെ പോർഷൻ ദാമന്റെ പോർഷൻ വി വരുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ പോർഷൻ ജ്വൽ നെക്കാണ് വരുന്നത്. അതുപോലെ ബാക്ക് കാണിക്കാം. അതിന് പിന്നെ ദുപ്പട്ട കാണിക്കട്ടെ. ദുപ്പട്ട പറയുമ്പോ ഫുൾ വർക്കും ലെങ്ത്തും പക്കയാണ്. അതുപോലെ ഈ 1 സൈഡാണ് വർക്കുള്ളത്. ചിലവർക്ക് ഇത് ഇവിടെ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഹെവി വർക്ക് ആയതുകൊണ്ട് അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഇടാം കേട്ടോ. ഇത് അതിന്റെ തന്നെ കളർ. ബാക്കിൽ എന്താ പ്രത്യേകത? ബാക്ക് ഇറങ്ങി ഫ്രണ്ട് കയറിയിട്ടാണ്. അങ്ങനെയുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ക്ലോത്തിൽ വരുന്ന വേറെ പാർട്ടി വെയർ. നല്ല കളച്ചാട്ടല്ലേ, പീക്കോക്ക് കളർ അല്ലേ, പീക്കോക്ക് ബ്ലൂ. ഇപ്പൊ റംസാൻ വരുന്നതിന് അടിപൊളി. അതിന് കല്യാണ സീസണും പോകും. അതെ, കടയിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ നല്ല പൊളി ഐറ്റംസ് ആണ്. ഇതെല്ലാം നല്ല സ്റ്റോൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. കളച്ചാട്ടം അതെ. നോർമലി പാർട്ടി വെയർ എന്ന് വെച്ചാൽ നേവി ബ്ലൂ, പിങ്ക്, മെറൂൺ, ഗ്രീൻ കഴിഞ്ഞു. ഇത് അങ്ങനെയല്ല. റെഡ്, റാണി പിങ്ക്, യെല്ലോ. പാർട്ടി വെയറിന്റെ ഇത് നോക്കിക്കോ, നല്ല കളറ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെന്ന് വെച്ചാൽ തുണി എടുത്ത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ. ഇതിട്ട് അടിപൊളി. ഇതിപ്പോ എൻ്റെ ആണെങ്കിൽ ഫുൾ സെറി വർക്കാണ് വരുന്നത്. ഇതാണെങ്കിൽ ഫുൾ ഹാൻഡ് വർക്കിലാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ദുപ്പട്ട ഇതിലാണെങ്കിൽ 2 സൈഡ് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ.
ഞാൻ ഇട്ടില്ലാണെങ്കിൽ വൺ സൈഡ് ആണ് വർക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഇനി നമ്മൾ വയലറ്റ് ഒട്ടും കാണാത്ത കളറാണ് വയലറ്റ്. നേരെ നിന്നെങ്കില് ഇത് വൈനല്ലേ? ഇത് വൈനാണ്, ഏകദേശം ആ ഒരു കളറിൽ പെടും, ചേർത്ത് വരുന്നതാണ്. ഇത് മെറ്റീരിയൽ വരുന്നത് ഇത് പ്യോർ സിൽക്ക് ആണ്. പ്യുർ സിൽക്ക്. ഇത് വെൽവെറ്റ് ആണ്. രണ്ടും കളർ ഒന്ന് തന്നെയാണ്, പക്ഷെ ഇതിന്റെ മെറ്റീരിയലിന്റെ കൊണ്ട് കളർ കുറച്ച് ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ 3 പീസിന്റെ ഒരു സെറ്റ്. ഏതെടുത്താലും 3 പീസ്. ഇത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ്. ഫുള്ള് ഹാൻഡ് വർക്ക് ആണ്. ഷോൾ ആണെങ്കിൽ ഭയങ്കര ഹെവി ഇല്ല, സിമ്പിൾ. ഇതിന്റെ പാന്റും സെയിം ക്ലോത്ത് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഇത് ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഫുൾ പാർട്ടി വെയർ സെക്ഷനാണ്. ഈ വൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ. വൈറ്റും കോൺട്രാസ്റ്റ് ദുപ്പട്ടയും വരുന്ന കളക്ഷൻ ആണ്. വൈറ്റില് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബേസ് വരുമ്പോ നമുക്ക് ഈ വൈറ്റ് ടോപ്പ് വൈറ്റ് ആണ്. എല്ലാം വൈറ്റ് ആണ്, പാന്റും ടോപ്പും വൈറ്റ്. അതിലേക്ക് ദുപ്പട്ട നമുക്ക് ഡിഫറെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതില് പല പല കളേഴ്സ് വരുന്നുണ്ട്. പിങ്ക് ഉണ്ട്, ഈ കളർ ഉണ്ട്. പിങ്ക് ആണ് നല്ലത് അല്ലേ? പിങ്ക് നല്ല ഭംഗിയുണ്ട്, ലാവൻഡർ നല്ല ഭംഗിയുണ്ട്. 4-5 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ദുപ്പട്ട എല്ലാം വൈറ്റ് ആയിരിക്കും, ബേസ് എല്ലാം വൈറ്റ് ആണ്. ദുപ്പട്ട ഡിഫറെന്റ് കളർ ആയിരിക്കും. അതും ഫുൾ വർക്ക് വരുന്നു. ഇതാണ് കളക്ഷൻ. ഇത് വേറൊരെണ്ണ. ഇതും ഫുൾ വർക്കാണല്ലേ? ഫുൾ വർക്കാണ്. ഇവിടെ ഫുൾ ജിൽ ഫുൾ വർക്കോട് കൂടിയിട്ട് വിത്ത് ദുപ്പട്ട. അത് 3 പീസിന്റെ കളക്ഷൻസ് ആണ്. ഈ പാർട്ടി വരുന്ന 3 പീസ് ആണ് കൂടുതൽ. ഗൗൺ ഉണ്ട്, ഗൗൺസ് ഉണ്ട്. 3 പീസ് കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് നല്ല അടിപൊളി ഒരു ഷെയ്ഡ് പെലാസോ വരുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആണല്ലോ. ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാവർക്കും ഇടാനും സുഖം. പെലാസോയിലെ വർക്ക് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. 3 പീസ് കളക്ഷൻ. ഇതും വിത്ത് ഫുൾ വർക്കോട് കൂടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചും മറിച്ചും ഇട്ടാലും 2 ഷെയ്ഡും പോകും. 2 ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യാം. ഒരു ഗ്രേയും മറൂണും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ ലൈറ്റ് ഷാർട്ടിൽ വരുന്ന പാർട്ടി വെയർ. ലൈറ്റ് ഷാർട്ടില് ഇതിലും ദുപ്പട്ട എടുക്കാം കേട്ടോ. ഞാൻ ഇനി പറയുന്നില്ല, ഒക്കെ 3 പീസ് കളക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇതുണ്ട്, അത് വെച്ച് കാണിച്ചു കൊടുത്താൽ. ഇതിൽ ചെറുതായിട്ട് ഒരു സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? സെൽഫായിട്ട് ഇതിൽ ചെറുതായിട്ട് ഭയങ്കര ഇറച്ചി നിൽക്കാത്ത വർക്കാണ്. ഇത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റാണ്, ഭയങ്കര വിലയില്ല. ചെറുതായിട്ട് ഒരു വർക്ക് പോലെ അങ്ങനെ നമുക്ക് അടുത്തിക്കൂടെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഇത് ക്രഞ്ച് പക്ഷെ അതിന്റെ പേര് അങ്ങനെയാണ്, ക്രഞ്ചി അല്ല. അത് പക്ഷെ നമുക്ക് ഇങ്ങനെ ദൂരത്തിൽ കൂടെ നമുക്ക് അതിന്റെ എന്തോ ഒരു സെൽഫ് വർക്ക് പോലെ ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു തുണിയുടെ പ്രത്യേകത. അപ്പോ ഇതായി 3 പീസിന്റെ ഒരു കളക്ഷൻ. പിന്നെ ഒന്ന് കാണിച്ചോ സാലിക്ക പാർട്ടി വെയർ. കസ്റ്റമർ കാണിച്ചോളൂ. അടിപൊളിയായിട്ട് കാണിക്കും. അതെ, ഇതാ കാണിച്ചോ. ബ്ലാക്ക് പാർട്ടി വെയർ കളക്ഷൻ. അപ്പൊ ഈ പഠിച്ചു പോലെ താഴെ ഇതായിട്ട് ഇതാ ഓപ്പൺ ആക്കുന്നുള്ളൂ. ഫസ്റ്റ് പൊട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് പീസ് കാണിക്കുന്നുള്ളൂ. ബ്ലാക്കിൽ അടിപൊളി പാർട്ടി വെയർ ആണ് ഇത്. ബ്ലാക്ക് പാർട്ടി വെയർ വിൽക്കാൻ ഭയങ്കര ഈസിയാ. പെട്ടെന്ന് സെയിലാവും. ഇത് കസ്റ്റമർ എടുത്തിട്ടുള്ള പീസാന്ന് തോന്നണം അല്ലേ? സെയിലാണ്. അത് അവിടെ നിന്ന് എടുത്തതാണ്, അവിടെ തന്നെ വെച്ചോ. ഇതും ആ ഒരു ക്രഷ് മെറ്റീരിയലിന്റെ തന്നെയാണ് കേട്ടോ. വി നെക്ക് പോലെ ഫീൽ ചെയ്യും. ഇതും ഫുൾ 3 പീസ് ഫ്രഷ് പീസ്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഹാൻഡ് വർക്ക് വരുന്ന കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ആണ്. ലിമിറ്റഡ് പീസ് ആയിരിക്കും. ഹാൻഡ് വർക്ക് ആണ്. അതിന് കുറെ ഉണ്ടാവില്ല, കുറെ ഇങ്ങനെ വർക്കില്ല. നമ്മുടെ ഷോപ്പിൽ വെച്ച സാധനം വേറെ ഷോപ്പിൽ അന്വേഷിച്ചാൽ കിട്ടില്ല. അത് ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാരും മടുത്തിട്ടുണ്ട്. മിഷൻ എംബ്രോയിഡറി കണ്ട് മടുത്തു. ഇതിപ്പോ നോക്കുമ്പോ നോക്കി എല്ലാ സ്റ്റോൺ വർക്ക് വീനെക്കില് കേട്ടോ. നല്ല ഹെവി സ്റ്റോൺ വർക്ക് ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല. അതും ഫുൾ സ്ലീവ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് ഫുൾ സ്ലീവ് നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പൊ റംസാൻ വരുന്നോണ്ട് ലെങ്ത് ഉള്ള സ്ലീവ് ആളുകൾക്ക് ആവശ്യമുണ്ടാവും. അതെ. അപ്പൊ അതില് 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ്. ബ്ലാക്ക് ചോദിച്ചില്ല, ഇതേ ബ്ലാക്ക് ആണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. ബ്ലാക്കില് കുറെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കസ്റ്റമേഴ്സും ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഈ ഇതാ. ഇത് 3 പീസ് തന്നെയാ അല്ലേ? ഇതും 3 പീസ് തന്നെയാ വിത്ത് ദുപ്പട്ട എടുക്കാൻ. ഫുൾ ബ്ലാക്ക് ഫ്ലവേഴ്സിന് ഇതിൽ ഗോൾഡിന്റെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട്, അതുപോലെ സിൽവറിന്റെ വരുന്നുണ്ട്. എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ട്, കാരണം ഇത് സ്മോൾ ആണ്. സ്മോള് മുതൽ എക്സ്ട്രാ സ്മോൾ മുതൽ പാർട്ടി വെയർ ഉണ്ട്. നോർമലി എല്ലാം XXL ആണ്. ഇവിടെ എന്ന് വെച്ചാൽ സ്മോള് മുതലിട്ട് നമുക്ക് മുകളിലേക്ക് 5XL 6XL വരെ പാർട്ടി വെയർ ഉണ്ട്. പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ചെറിയ പീസ് കിട്ടേണ്ട കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പാർട്ടി വെയർ ചെറുത് കിട്ടില്ല എന്നില്ല, സ്മോള് മുതലുണ്ട്. സ്മോൾ സൈസ് തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതും കളർ അടിപൊളി ചാട്ടാണ്. ഒരു സ്മോളുകാർക്കാണ് പാർട്ടി വെയർ കിട്ടാൻ ഭയങ്കര പാടാണ്. ഷോപ്പുകാർ തപ്പി നടക്കും സ്മോൾ എവിടെ കിട്ടുമ്പോ. അല്ല, നമുക്ക് ഷോപ്പ് എത്ര മണി വരെയാ?
8 മണി വരെ 8 മണി വരെ കസ്റ്റമറെ നമ്മൾ അറ്റൻഡ് ചെയ്യും. വീഡിയോ കോൾ ആണെങ്കിൽ 7 മണിക്കുള്ളിൽ കേട്ടോ, അല്ലെങ്കിൽ 8 മണിക്ക് വന്നിട്ട് പിന്നെ അത് ബില്ല് അടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ 9 മണി വരെ വീഡിയോ കോൾ വിളിച്ചു. കാരണം തീരുന്നില്ല, കണ്ടിന്യൂഷൻ കിടന്നുകൊണ്ട്. എല്ലാവർക്കും ഇപ്പൊ തന്നെ ഷിപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ ആയിട്ട് ഇപ്പോഴേ ചെയ്യണം. അവർക്ക് 10 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. റംസാന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ ഡിസൈറിന് ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഷിപ്പിംഗ് ഉണ്ട്. പിന്നെ അതിലും ദൂരേക്കുള്ളവർക്ക് ലോജിസ്റ്റിക്കിന്റെ ഷിപ്പിംഗ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ഷിപ്പ് ചെയ്യാൻ പറ്റും. താമസിച്ചിട്ടായാലും കോൾ വിളിക്കാം. സംഭവം എത്തും, എന്തായാലും എത്തും. നമ്മൾ മാക്സിമം എത്തിക്കും. കാർഗോ സർവീസ് നല്ലതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡിലേ ആക്കണ്ട, നിങ്ങളും പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. പെട്ടെന്ന് പോരെ. എന്നാലാണ് നിങ്ങൾക്ക് പ്ലസ് സൈസ് മാത്രം വേണ്ടവർക്ക് പ്ലസ് സൈസ് മാത്രം പാർട്ടി വെയർ ഉണ്ട്. ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട്. അങ്ങനെയല്ല, സൈസ് വൈസ് ML XL XXL അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. 4XL 5XL 3XL XL അങ്ങനെ XXL അങ്ങനെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പിൽ വലുതേ പോകുള്ളൂങ്കിൽ വലുത് മാത്രം തരും, ചെറുതാണ്ടവർക്ക് ചെറുത് മാത്രം തരും. അല്ലെ ആ ഒരു പ്രശ്നം വേണ്ട. എന്റെ ഷോപ്പിൽ ആ സൈസ് പോവില്ല എന്ന് നോക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വന്ന് പർച്ചേസ് എല്ലാം നമ്മൾ അങ്ങനെയാണ്. ഇവിടെ ഇത് നോക്കിക്കോ, ഇതൊക്കെ XXL മാത്രമാണ്. അപ്പൊ XXLർക്ക് അത് എടുക്കാം. സ്മോൾ വേണ്ടവർക്ക് അങ്ങനത്തെ സ്മോൾ ആണ്, അവർക്ക് അത് എടുക്കാം. ഇതൊക്കെ സ്മോളിൽ വരുന്നതാണ്. സ്മോൾ മാത്രമേ ഉള്ളൂ ഇതില്. അപ്പൊ സ്മോൾ മാത്രമായിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ അതും സെറ്റ് ടു സെറ്റ്. പിന്നെ സെറ്റ് വേണ്ടവർക്ക് സെറ്റ് ഉണ്ട്. മീഡിയം, ലാർജ്, XL XXL അങ്ങനത്തെ സെറ്റും ഉണ്ട് ഇവിടെ. ഇതാണ് കെട്ട് വരുന്നത് ആക്ച്വലി. അപ്പൊ 4 പീസിന്റെ ML XL XXL ആണ്. ഇതിൽ ML XL XXL അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ ഇത് അതിന്റെ സെറ്റാണ്. ഇതിന്റെ സെറ്റാണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കും. അപ്പൊ ഈ സെറ്റ് ഇങ്ങനെ എടുക്കേണ്ടി വരും. അതിനകത്ത് 4 അളവും കിട്ടും. ഇത് പാന്റ് വിത്ത് ദുപ്പട്ട അങ്ങനെ ഒരു കളർ. പിറ്റെക്സിന്റെ പോലെ പിൻടെക്സിൽ കല്ല് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതിന് സ്റ്റോൺ ഹൈലൈറ്റ് ആണ്. പ്രിന്റഡ് ദുപ്പട്ട ഇങ്ങനെയായിരിക്കും ഫുൾ വർക്ക് വരുന്നത്. എന്തായാലും ഒക്കെ ഒന്നിലൊന്ന് മെച്ചാട്ടോ. ഏത് എടുക്കണം എന്ന് സത്യത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. ഇത് ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ. നല്ല പ്രൈസ്, ഭയങ്കര ലോ റേഞ്ച് ഉള്ള എല്ലാ സാധാരണ ഷോപ്പുകാർക്കും വെക്കാവുന്ന പാർട്ടി വെയർ ആണ്. 4 അളവിൽ കിട്ടും. ML XL XXL ആണ്. അതും കോൺട്രാസ്റ്റ് ഉണ്ട്. സെയിം വരുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പിലും ഉണ്ട്. ബനാറസി ദുപ്പട്ടയാണ്. ഫുൾ വർക്കോട് കൂടിയിട്ട്. ഇതിന് കളർ ഉണ്ട്. ഒരു 5, 6, 7 കളർ ഉണ്ട്. കളേഴ്സ് ഉണ്ട്. വയലറ്റ്, യെല്ലോ, പിങ്ക്. നമുക്ക് ഇനി ഇങ്ങോട്ട് ഒന്ന് പോയി നോക്കിയാലോ? ഇതൊക്കെ ഫുൾ കളക്ഷൻസ് എവിടെ ഫുൾ പാർട്ടി വെയർ. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇതിന്റെ മിക്സ് വരുന്ന ഇപ്പൊ നമ്മൾ ഒരേ കളറിലല്ലേ എടുത്തത്. ഇങ്ങനെ മിക്സ് ചാർട്ടും ഉണ്ട്. മിക്സ് ചാർട്ടാണ്. ഇതിപ്പോ ലാർജ് മാത്രം 4 എണ്ണമായിട്ട് കിട്ടും. ഇത് നല്ല കളർ ഷെയ്ഡ് അതിന്റെ കേട്ടോ. ചിക്കു, യെല്ലോ, മെറൂൺ, വൈറ്റ്, എന്നാൽ എല്ലാം ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട്. അതെ, ഹൽദിയൊക്കെ വെക്കുന്നവർക്ക് വേണ്ടി യെല്ലോ ആണ് അല്ലേ? അതെ, യെല്ലോയുടെ അടിപൊളി ചാർട്ടാണ്. പക്ഷെ ഫുൾ യെല്ലോ അല്ല, 4 കളേഴ്സിലാണ് വരുന്നത്. ഫുൾ 3XL ആയിരിക്കും. 4 കളറായിട്ട് കിട്ടും. അപ്പൊ യെല്ലോയ്ക്കൊക്കെ എപ്പോഴും ഓർഡർ ഉണ്ടായിരിക്കും ഷോപ്പുകാർക്ക്. അതെ, പക്ഷെ കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് സെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ നമുക്ക് നിസ്സാര റേറ്റ് തൊട്ട് അങ്ങനെ ഹൈ റേഞ്ച് വരെ ഉണ്ട്. ഇത് വേറെല്ലോ, ഇതാണ് ശരിക്കും ഹൽദി യെല്ലോ. മറ്റേത് മാമ്പഴ കളറ്. അതെ, അതിന് നല്ല പ്യോർ ബനാറസി ദുപ്പട്ടയാണ്. പക്ഷെ ഇതും നല്ല പ്രൈസ് വൈസ് ഭയങ്കര കുറവാണ്. അതും വിത്ത് ബനാറസിയുടെ ദുപ്പട്ടയാണ് വരുന്നത്. ഫുൾ ഒന്നിലൊന്നും മെച്ചെന്ന് പറയാ. ടോട്ടലി സാറ്റിസ്ഫൈ ആയില്ലേ? ആണ്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആവും. ഞാനെന്നെ ഇഷ്ടമായില്ലേ ചേച്ചി? മാർക്കറ്റ് ഫുള്ള് പോകുന്നല്ലേ? മൊത്തത്തിൽ ഇഷ്ടമായിട്ടോ. കളക്ഷനും തന്നെയല്ല, ക്വാളിറ്റി നമ്മൾ പിടിക്കുമ്പോ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുക. ആ ഒരു മനസ്സിനൊരു തൃപ്തി. അതാണ് റേറ്റ് വൈസ്. പിന്നെ ചേച്ചിനെ വിശ്വസിച്ചിട്ടാണല്ലോ ആളുകൾ വന്ന് എടുക്കുന്നത്. അത് അത്രേ ഉള്ളൂ. ചേച്ചിക്കും കസ്റ്റമർ പറയണം ഇതൊക്കെ അടിപൊളി വർക്കാട്ടോ. ഫുൾ ഹെവി വർക്ക്. ആരും ഇത് പറ്റിക്കുന്നെന്ന് വിചാരിക്കേണ്ട. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് അല്ലെ? ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാണ്ടിറ്റി മീൻസ് ഇതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും. ഇത് തന്നെ സെയിം ഒരു 500 പീസ് ചോദിച്ചാൽ കിട്ടില്ല. ഇല്ല അങ്ങനെയില്ല. കാരണം ഇത് യൂണിക് ആയിട്ട് കൂടിയത് 100 പീസാണ്. അതിന് താഴെയുള്ളൂ. ഓരോ കടയിലും ഓരോ സംഭവങ്ങൾ യൂണിക് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ. ഒരു ഏരിയയിലുള്ള ഷോപ്പുകാർ വന്നാൽ അവർക്കെല്ലാം വേറെ കൊടുക്കണം. അതെ, അങ്ങനെ ഏത് കളർ, ഏത് ചാർട്ടിൽ വേണമെങ്കിലും, ഏത് കളറിൽ വേണം. ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ. ഇത് നല്ല റേറ്റ് കുറഞ്ഞ ഐറ്റാണ്. പക്ഷെ റേറ്റ് ഞാൻ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വില കൂടിയതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരാതിരിക്കരുത്. വില കുറഞ്ഞ ഐറ്റം ഉണ്ട്. സാധാരണ ഗ്രാമങ്ങളിൽ ചെയ്യുന്നവർക്കുള്ളത് കൊണ്ട് വലിയ ടെക്സ്റ്റൈലാർക്കും ഉണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുണ്ട്. 2 ആൾക്കാർക്കും ഉണ്ട് അല്ലേ? 2 ആൾക്കാർക്കും. ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു സാധനം. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ആട്ടോ. ഇത് ഹാൻഡ് വർക്ക് വിത്ത് ലേസ് ഡീറ്റെയിലിംഗ് ആണ്. ഈ വർക്ക് കുറച്ച് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ.
ഫുൾ ഓവറോൾ വന്നിരിക്കുന്നത്. ആഷൊക്കെയാണ് ചെയ്തതിന് ഇതുള്ളത്. ഇത് ഏകദേശം തീരാറായി. മൊത്തത്തില് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പ്രിൻസ് ആൻഡ് ഡൈസിൽ വന്ന, അതെ പ്രിൻസ് ആൻഡ് ഡൈസിൽ വന്ന ഞാനല്ല ഞാൻ. അതെ സത്യം, നീ തന്നെയല്ല, ഐറ്റം മൊത്തത്തില് മാറി. അത് ഷോപ്പുകാരുടെ സപ്പോർട്ടാണ്. എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ചെറിയ ഷോപ്പാണ്, പക്ഷെ എല്ലാവരും വന്ന് കയറി വന്നവരെല്ലാവരും ഐറ്റം എടുത്തു. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വന്നു. പിന്നെ ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണം, ഏതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ ടൈമിലും ഇപ്പോൾ റംസാനാണെങ്കിൽ സീസൺ വരുന്ന നല്ല ചോയ്സ് വേണം, ഈസ്റ്റർ ആണെങ്കിൽ ചോയ്സ് വേണം, ഓഫ് സീസൺ വന്നാൽ വിൽക്കാൻ പറ്റിയ ഐറ്റം വേണം. അപ്പോൾ നമ്മളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും നല്ല നല്ല കളേഴ്സും നല്ല കളക്ഷൻസും. ഷോളിലും ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ഇത് മിഷൻ എംബ്രോയിഡറി ഒന്നുമല്ല, ഹാൻഡ് വർക്കാണ്. പക്ഷെ ഇതിന് ബഡ്ജറ്റ് ബൈ ആണ്. ഇതിന് വലിയ പ്രൈസ് ഇല്ല, കസ്റ്റമൈസ്ഡ് ആയിട്ടാണ്. ഒരു ഷോപ്പിൽ വന്നാൽ കസ്റ്റമർ ഇറങ്ങി പോവില്ല ഇടുന്നുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. നമ്മൾ ഇടാൻ ഇഷ്ടപ്പെടുന്നില്ലേ? പച്ചയിൽ തന്നെ ഡിഫറെന്റ് പച്ച. ഇത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഐറ്റാണ്. എനിക്കിത് റേറ്റ് പറയാൻ തോന്നുന്നുണ്ട്, അത്രയും വില കുറവാണ്. നമുക്ക് പറയാൻ അനുവാദം ഇല്ല. അതെ, അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റേറ്റ് പറയുന്നില്ല. ഇനി പറയും നമ്മളാണ് ഇവിടുത്തെ ഓണർ, ആരാണ് ഈ അനുവാദം തരാത്തതെന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഉണ്ട് പിന്നിലെ കുറെ ആൾക്കാർ. നമുക്ക് അനുവാദം ഇല്ല പറയാനായിട്ട്. എന്തായാലും ഒക്കെ നമ്മൾ അനുസരിക്കണം. അതെ, നമുക്ക് കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് ഷോപ്പ് നടത്തുമ്പോൾ. അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് റേറ്റ് പറയാൻ പാടില്ല. കുറെ പേര് കമന്റ് സെക്ഷനിൽ പറയാറുണ്ട് പ്രൈസ് പറയൂ ചേച്ചി. പ്രൈസ് വേണ്ടവരൊക്കെ കോള് വിളിക്കുക. ഐറ്റം കാണിച്ചിട്ട് തന്നെ വീഡിയോ കോളിൽ ഞങ്ങൾ എത്ര ടൈം ഇല്ലെങ്കിലും ഐറ്റം കാണിച്ച് റേറ്റ് പറയത്തുള്ളൂ. ഇഷ്ടത്തിന് സെലക്ട് ചെയ്യും. അതും കടക്കാരും മാത്രം വിളിച്ചാൽ മതി. റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പീസിന് വേണ്ടിട്ട് ആരും വിളിക്കരുത്. സമയമില്ല ചെയ്യാനായിട്ട്. പിന്നെ ഇത് നോക്കിയാ നല്ല അടിപൊളി. ഇത് ഫുൾ വർക്ക് അല്ലേ? ഫുൾ ചിക്കൻ പോലത്തെ വർക്ക്, ഫുൾ മിഷൻ എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ. അതുപോലെ ആ ഒരു യോക്കിന്റെ ആ ഒരു പോർഷൻ തന്നെയല്ല, നമുക്ക് ഈ ഒരു വർക്ക് ഉണ്ട്. അതുപോലെ സ്ലീവിന്റെ ഈ ഒരു പോർഷൻ സ്റ്റാൻഡേർഡ് സിമ്പിൾ പാർട്ടി വെയർ. എന്റെ ഷോപ്പ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്ന ആളുകൾക്ക് വെക്കാനുള്ളതാണ്. എനിക്ക് ജിൽജിലായിട്ടുള്ള പാർട്ടി വെയർ ഒന്നും വേണ്ട, പക്ഷെ പാർട്ടി വെയർ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. അതിൽ ഓർഗൻസയുടെ ദുപ്പട്ട ഇങ്ങനെ. ഇതും കൂടി നോക്കിക്കോ, നല്ല അടിപൊളി കളക്ഷൻ. ഇത് ഫ്രണ്ടിൽ മാത്രമല്ല, ഇത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ബാക്കിലും ഉണ്ട് വർക്ക്. ബാക്കിലും വർക്ക് ഉണ്ട്, ഫ്രണ്ടിലും വർക്ക് ഉണ്ട്. അതില് ദുപ്പട്ട. അത് ഈ റംസാനൊക്കെ വരുമ്പോഴേ ആൾക്കാർ ഒരു ഷോളിൽ നിന്ന് കളർ, അപ്പൊ ബാക്കിലും ഫുള്ളൊക്കെ ഇങ്ങനെ വർക്ക് കൊടുത്തേക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ ഫുൾ വർക്ക് വേണമല്ലോ, ആഗ്രഹമുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, ജിൽജിലായിട്ട് അങ്ങനെ. അപ്പൊ അടിപൊളി കളക്ഷൻ. ഓ വൈറ്റ്. ഇതും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് കേട്ടോ, വലിയ റേഞ്ച് ഇല്ലാത്ത മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവുണ്ട്. എന്താണ് റേറ്റ് ആണ്? അതെ, സ്റ്റാഫ്മാര് കാണിക്കുമ്പോ റേറ്റ് ചോദിക്കുന്നുണ്ട്. റേറ്റ് ഒരു സെക്കൻഡ്. ഇപ്പൊ നമ്മളൊരു കട്ടിട്ട കസ്റ്റമേഴ്സിനൊന്ന് ഡീൽ ചെയ്യണം. ഡീലിംഗ് ഒക്കെ കഴിഞ്ഞു. വൈറ്റില് ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് വിത്ത് ദുപ്പട്ട വരുമ്പോ നമുക്ക് പ്രിന്റഡില് ദുപ്പട്ട, ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുള്ള. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി വെയർ ആണ്. കണ്ടോ, ഷോപ്പിലേക്ക് വെച്ചാൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. വണ്ടി നിർത്തിയ ആൾക്കാർ വരും. അതാണ് നമ്മളവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. എറണാകുളം മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് ഇതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ടില്ല. ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീക്ക്നെസ് ആണ്. ഡിസ്പ്ലേ കാണിക്കണം. അകത്ത് എന്തുണ്ടെന്ന് പുറത്ത് കണ്ടാലേ ആളുകൾ വരുള്ളൂ. അതെ, ഡിസ്പ്ലേ കണ്ടിട്ട് നിങ്ങളൊക്കെ വന്നോണ്ടാണ് ഞാൻ പെട്ടെന്ന് വലിയ ഷോപ്പിലേക്ക് എത്തിയത്. അപ്പൊ ഡിസ്പ്ലേ കണ്ടിട്ട് ഞാൻ പണിക്കാരനായി, നിങ്ങൾക്കും പണക്കാരനാവാം. ഡിസ്പ്ലേ കണ്ട് പണക്കാരനാവാന്ന് പറഞ്ഞിട്ടാണ് ടാഗ് ചെയ്തത് അല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ അതായിരുന്നു, ഡിസ്പ്ലേ കണ്ട് പണക്കാരനാവാം. അപ്പൊ ഇത് നോക്കിയാൽ ഇതും ഫുൾ വർക്കോട് കൂടിയിട്ട് ഫ്രണ്ടിലാണ് ഇതിന്റെ വർക്ക്. ഗറാറ മോഡലാണ് വരുന്നത് വിത്ത് ദുപ്പട്ട അടക്കാം. ദുപ്പട്ടയിൽ ഫുൾ വർക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പറന്നിങ്ങനെ നിക്കണം. അതെ, അടിപൊളി ഒരു പാർട്ടിക്കൊക്കെ പാനുള്ള. അതെ, പറന്ന് നിറഞ്ഞ് ഇങ്ങനെ ഫുൾ. ഇതിനൊക്കെ വെച്ചാൽ ചാർട്ട് നല്ല ഭംഗിയുള്ള ചാർട്ടാണ്. നോർമൽ കാണുന്ന ചാർട്ടല്ല, ലൈറ്റ് ചാർട്ടും ഡാർക്ക് ചാർട്ടും എല്ലാ കളറിൽ കുറെ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ ഇല്ലാത്ത പുതിയ കളർ കാണണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ നമ്മളെല്ലാം കളേഴ്സ് കണ്ടോ, ബ്രിക്ക് കളറ്, വയലറ്റ്, എപ്പോഴും ബോട്ടിൽ ഗ്രീൻ അല്ലേ കാണുന്നത്. അപ്പൊ ബോട്ടിൽ ഗ്രീൻ ഒക്കെ മാറ്റിട്ട് വേറെ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, കുറച്ച് മാറ്റങ്ങൾ. ഈ ഷോപ്പുകാർ വരുമ്പോ പറയാം ഇതൊക്കെ ഞങ്ങളുടെ കടയിലുണ്ട് പുതിയ കളറാകുമ്പോ. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ഈ വർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ്. ഇത് പ്യുവർ സിൽക്കാണ്. ഇതിനകത്ത് ഒരു 4-5 കളർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഓർഡർ ഷോപ്പുകാർക്ക് മാത്രമാണ്. ആർക്കെങ്കിലും പ്യുവർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് പ്യുവർ വേണം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 20 വർക്കിംഗ് ഡേയ്സിന് ശേഷം മാത്രമാണ് നമ്മളിത് ഓർഡറുകാർക്ക് തരിക. മിനിമം 3 സെറ്റാണ് ഓർഡർ വേണം.
എങ്കിലും മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഓൾറെഡി ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. അതൊരു ഷോപ്പുകാർക്ക് ഓർഡർ ആണ്. നമ്മളിവിടെ 1 സെറ്റ് വെച്ചു. അപ്പൊ അവർ ഓർഡർ തന്നിട്ടാണ് നമ്മൾ ഇപ്പൊ അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രിൻസ് ആൻഡ് ഡൈസിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കസ്റ്റമൈസേഷൻ കാണിച്ചു കൊടുക്കും, വേണ്ട ഷോപ്പുകാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള എറണാകുളത്ത് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പിന്റെ ഷോപ്പുകാർക്കുള്ള ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലം പോലും ആയിട്ടില്ല അതിന്റെ ഉള്ളില് ഇത്ര നല്ലൊരു വിജയം. അതെ, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു നല്ലൊരു സന്തോഷം എന്റെ ഭാഗത്ത്. ഞാനും കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ 7 മാസത്തിനിടയ്ക്ക് എല്ലാ ദിവസവും 1-2 കസ്റ്റമറെങ്കിലും ഷെൽമി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. കുറേ ആളുകൾ പുതിയ ഷോപ്പ് തുടങ്ങി ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ട് വന്നാന്നല്ലേ എന്നും പറയുന്നത്. അപ്പൊ എന്താ പറയാ, എന്നെയും സപ്പോർട്ട് ചെയ്ത അതുപോലെ തന്നെ നമ്മുടെ ആളെയും സപ്പോർട്ട് ചെയ്ത. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരേപോലെ വളരണം, ഒരാൾ മാത്രം താന്നിക്കല്ല. ഇപ്പൊ നിങ്ങൾ വളരണത്, ഇപ്പൊ ഇവര് വളർന്ന എല്ലാവരും ഒരുപോലെ വളരുമ്പോഴാണ് ആ ഒരു വിജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിജയത്തിന്റെ ഭാഗം നിങ്ങളും കൂടി അതിനെ വെറുതെ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ട് ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം. കുറെ പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ പുതിയ ഷോപ്പ് ഇടാൻ പോകണം, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ, അങ്ങനെ കുറെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളെ സ്വന്തം നിങ്ങളുടെ കൂടപ്പറപ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കണതിന്റെ ഒരു ഭാഗം, ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടല്ലോ. വളരെ സത്യസന്ധമായിട്ടാണ് ചേച്ചി പറയുന്നത്. എല്ലാം വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെ വെറുതെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് പറയേണ്ട അവസ്ഥ വരാറുണ്ട്. അത് അവര് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് മെറ്റീരിയൽ ആണ്, പട്ടിവേർ മെറ്റീരിയൽ. ഓക്കെ, കാച്ചി സാധനം അല്ല. അപ്പൊ റെഡിമെയ്ഡ് അല്ലാണ്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ പാർട്ടിവെയറിലുണ്ട്. അത് ബഡ്ജറ്റ് ബൈ മുതൽ ഹെവി റേഞ്ച് വരെയുള്ള ടെക്സ്റ്റൈലുകാർക്ക് വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റൈലുകാര് വരുമ്പോ അവർക്ക് പാർട്ടിവെയർ കളക്ഷൻ കാണിക്കും. ഇതൊക്കെ എന്ന് വെച്ചാൽ വെഡിങ് കസ്റ്റമർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന പാർട്ടിവെയർ ആണ്. ഇത് കാണുന്നവർക്ക് അൺസ്റ്റിച്ചഡ് കേട്ടോ. അൺസ്റ്റിച്ചഡ് നല്ല ഹെവി, നല്ല കളക്ഷൻസ്. ദാമനിലും കൂടി ഉണ്ടോ ഫുള്ള്. ഇതൊന്ന് കാണിക്കണേ. ഇത് വിത്ത് ലൈനിങ് അടക്കല്ലേ? വിത്ത് ലൈനിങ്, ബോട്ടം എല്ലാം അടക്കാണ്. ഇത് കാണുമ്പോ ഇത് കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണണം. ഇത് കാണാൻ മാത്രം ഉണ്ട്, അത്രമാത്രം ഭംഗിയുണ്ട്. അത്രമാത്രം വർക്ക് ഭയങ്കര റേഞ്ച് ഇല്ല. ഇപ്പൊ ബൊട്ടിക്കിലൊക്കെ ചെന്നിട്ട് ആളുകൾ ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റേഞ്ച് വരും. ഭയങ്കര ഇതിന്റെ ചാർട്ട് നല്ല ഭംഗിയുള്ള ചാർട്ടാണ്. കണ്ടോ, സെറ്റായിട്ട് തന്നെ എടുക്കണം. ഒരെണ്ണം തരാമെന്നൊന്നും ചോദിക്കരുത്. പ്രിൻസ് ആൻഡ് ഡൈസിൽ ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെറ്റായിട്ട് എടുക്കണം. അത് പാർട്ടിവെയർ ആണെങ്കിൽ ഇത് അടിപൊളി ഒരു ജോർജറ്റിന്റെ മെറ്റീരിയൽ, റെഡ് ആൻഡ് അടിപൊളി അല്ലേ, സൂപ്പർ. ഇതും പാർട്ടിവെയർ തന്നെയാണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പ്യുവർ ആണ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. സ്ലീവിന്റെ പോർഷൻ, സ്ലീവില് ഫുള്ള് വർക്ക്. ഇതൊക്കെ കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്ന ഐറ്റാണ്. ചെയ്ത് റെഗുലർ പ്യുവർ ആണ്. ഇത് പ്യുവർ ജോർജറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്യുവർ ജോർജറ്റ്. പ്യുവർ ജോർജറ്റിലാണ് കേട്ടോ വരുന്നത്. അടുത്ത ജിൽജിലായിട്ടുള്ള പാർട്ടി സൂപ്പർ. ഇത് ബഡ്ജറ്റ് ബൈ ആണ് കേട്ടോ. ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർക്ക്. ഇതാ ഒന്ന് പതുക്കനെ പറയണോ, അവരെ കസ്റ്റമറിന്റെ അടുത്ത്. ഇത് ഫുൾ മിറർ വർക്കാണ്. അതുപോലെ ഫ്രണ്ട് മാത്രമല്ല ബാക്ക് സൈഡിലും ഫുൾ വർക്ക് കേട്ടോ. ഈ ഒരു ട്രെൻഡ് ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇത് മാറി മാറി വരുന്നുണ്ട്. എത്ര പറയാനും കസ്റ്റമർക്ക് ഇത് ഇഷ്ടപ്പെടും. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. അതിന് ബ്ലാക്ക് ഒരുപാട് കളേഴ്സ്. ഇത് നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡ് ബ്ലാക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മൊത്തത്തിൽ ഇത് മാത്രമല്ല, ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല. അൻവറിന് ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമറെ കാണിക്കാനൊക്കെ. പക്ഷെ അൻവറിന് ടൈം കിട്ടാറില്ല. പക്ഷെ ചേച്ചീനെ കാണിക്കാൻ വേണ്ടിട്ട് അൻവറിന് താഴെ ബണ്ടിൽ കെട്ടാനുണ്ട്. നല്ല ബണ്ടിൽ അൻവറാണ് അതെല്ലാം പാക്ക് ചെയ്യുന്നത്. ആളെ ഞാൻ ഇന്ന് എന്റെ കൂടെ കൂട്ടി കുറച്ച് നേരത്തേക്ക്. ഇത് ഫ്രണ്ടിലും തന്നെയല്ല കേട്ടോ, ബാക്കിലും ഇതുപോലെ തന്നെ ഫുൾ പ്രിന്റോട് വർക്കും ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കുറേ വിറ്റതാണ്. കുറേ ഒരുപാട് സെയിലായ നമ്മുടെ പ്രിൻസ് ആൻഡ് ഡൈസിലും ഉണ്ട്. സൺഡേസിൽ ഒരുപാട് സെയിലായ ഐറ്റാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പക്ഷേ ഇത് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും വന്നിട്ടുണ്ട്. എനിക്ക് കുറെ പേര് പേഴ്സണൽ മെസ്സേജ് ഇടും, ഇതുണ്ടോ ഒരു പീസ് തരാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പൊ ഒരു പീസ് മീൻസ് ഒരു സെറ്റ് ആണ്. ഒരു പീസ് അല്ല എന്ന് വെച്ചാൽ നമ്മള് ഹോൾസെയിൽ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു പീസ് അങ്ങനെ ആയി പോയതാണ്. തെറ്റിദ്ധരിക്കണ്ട. ഇത് 4 എടുക്കണം. ഓ സൂപ്പർ. ഇതൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്താലേ ആ ഒരു 3D സ്റ്റൈലില് എന്താ വർക്ക്, എന്താ ഫിനിഷിങ് അല്ലേ? കണ്ടോ നല്ല ഇങ്ങനെ ഒരു അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മാർക്കറ്റിൽ കിട്ടില്ല. തന്നെയല്ല വിത്ത് ദുപ്പട്ട, അതിന്റെ ദുപ്പട്ട
ലേസിന്റെ ഇതിൽ ഫുൾ വർക്കാട്ടോ. ശരിക്കും ഇങ്ങനെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു ലുക്കാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് രസം. നല്ല ഹെവി ആയിട്ട് നല്ല സ്റ്റാർസ് ഒക്കെ വെയർ ചെയ്യും പോലെ വെയർ ചെയ്യാം. പക്ഷെ വീണ്ടും വീണ്ടും പറഞ്ഞ തന്നെ സ്റ്റാർ ആക്കല്ലേ. നല്ല രസമുണ്ട് കാണാൻ, സൂപ്പറാണ്. ഇല്ല സ്റ്റാർ അല്ലാത്തവര് വരെ ഇത് ഇട്ട സ്റ്റാർ ആവും. എല്ലാ കടക്കാരും അതാണ് ശരി അല്ലേ. മൊഡാളാണ് കേട്ടോ, പ്യോർ മൊഡാൾ, പ്യുവർ മൊഡാൾ സിൽക്കില് സൂപ്പർ. നല്ല ചാട്ടാണ് കേട്ടോ. അതേ റെഡ് ബ്ലാക്ക് ഫ്രണ്ട് പോർഷൻ ഏതാ ബാക്ക് ഇതാ ഫുൾ ഒഴുകി കിടക്കണല്ലേ. അത് ദുപ്പട്ടയുടെ ഇത് ദുപ്പട്ട ചേച്ചിയുടെ ഇതൊക്കെ ഒഴുകി എടുക്കുന്ന ഇത് ഇതാണ് ദുപ്പട്ട. ഇതാണ് നമുക്കതൊരു എന്താ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്നറിയോ? ടോപ്പ് ബോട്ടം ദുപ്പട്ട ഒക്കെ സെയിം മെറ്റീരിയൽ ആണ്. അതേ മൊഡാളാണ്, ബോട്ടം വരെ മൊഡാളാണ്. അതന്നെ പറഞ്ഞ ബോട്ടം ടോപ്പ് എല്ലാം ദുപ്പട്ട എല്ലാം. ഓക്കെ, ഒരു സെറ്റ് എടുത്താല് രണ്ട് ദുപ്പട്ട രണ്ട് സെറ്റ് ആയിട്ട് വിൽക്കാട്ടോ. അതേ കാരണം എന്തേ ബോട്ടം ഇത് മൊഡാളിലാണ് കൊടുത്തേക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞത് മൂന്നും മൊഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞത് മൂന്നെണ്ണായിട്ട് സെപ്പറേറ്റ് അല്ല, രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിടാം. ഇതൊന്ന് തയ്ക്കാം. അങ്ങനെ മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാട്ടോ. ഇത് ഒരെണ്ണായിട്ട് കൊടുക്കണ്ട. എന്താ ഇത് ബോട്ടം പീസ് ആണ് കേട്ടോ. പക്ഷെ ഇത് മൊഡാളാണ്. സെയിം മെറ്റീരിയൽ ആണ്. ഒരു മാറ്റമില്ല. സെയിം മെറ്റീരിയൽ ആണ്. അപ്പൊ എനിക്കതിന് കൺഫ്യൂഷൻ ആയതേ. മൊത്തം മൂന്ന് സാധാരണ അങ്ങനെ ബനാറസി സിൽക്കാണ് കേട്ടോ. ബനാറസിയില് മിറർ വരുന്ന ദുപ്പട്ട വരുന്നത്. എന്റെ മോളെ ഇതൊക്കെ അന്വേഷിക്കാൻ നാളെ തൊട്ട് ഞാൻ നിന്റെ കൂടെ വരെ പർച്ചേസിങ്ങിന് എവിടേക്കൊക്കെ ഇതൊക്കെ കച്ചാണ് കേട്ടോ. ഇതൊക്കെ കച്ചിന്ന് വരുന്നതായിട്ടാണ്. കച്ച് ഐറ്റംസ് അല്ലേ. അത്രയും മൊഡാളെല്ലാം കച്ചാണ്. കണ്ടോ? ഞാൻ ഈ പേരിൽ ഇന്ത്യയൊക്കെ കണ്ടു. കണ്ട ഈ പേരും ബനാറസിയില് പ്യൂർ ആയിട്ടുള്ള ദുപ്പട്ടയില് ഫുൾ മിററിന്റെ ഡീറ്റെയിലിങ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയൊക്കെ സെറ്റ് വെക്കാന്ന് വെച്ചാൽ നല്ല ഭംഗി. സെറ്റ് ഒക്കെ വെക്കുമ്പോ തന്നെ കസ്റ്റമർ ചാടി എടുക്കും. ചാട്ട് ഇതാണ് ഡാർക്ക് ചാട്ടാണ് കേട്ടോ. മെറൂൺ, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ വീവിംഗ് ആണ് കേട്ടോ. പ്രിന്റ് ഒന്നല്ല, വീവിംഗ് ആണ്. പ്യൂർലി വീവിംഗ് ആണ്. ഇതും ബനാറസിയില് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള സ്റ്റോൺ വർക്ക്, കട്ട് വർക്ക്. എല്ലാ ഷോപ്പിലും പോയിട്ടില്ലേ ചേച്ചി? ഇങ്ങനത്തെ വർക്ക് ഡിഫറെന്റ് ആണ്. ഓഫ്, ഒന്നിലൊന്നും വെച്ചെന്ന് എനിക്ക് ഇത് എന്താ പറയാ ഇപ്പൊ ഇത് ഊരാൻ തോന്നുന്നു. എനിക്കിവിടെ കസ്റ്റമർ വരുമ്പോ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഏത് കാണിക്കണം ഞാനിവിടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്നും ഡിഫറെന്റ് കസ്റ്റമർ ഇവരോട് ഞാൻ ഇന്ന് രാവിലെ പറയും, നിങ്ങൾ എല്ലാം കാണിക്കണം, ആവശ്യമില്ലെങ്കിലും കാണിക്കണം. അവര് കണ്ട് സന്തോഷിക്കട്ടെ. ഞാനിങ്ങനെ സന്തോഷമായിട്ട് ഞാൻ പറയും എല്ലാം കസ്റ്റമർ പരിചയപ്പെടട്ടെ എന്നുള്ളത്. ഇത് ഫുള്ളായിട്ടോ നല്ല അടിപൊളി ഹെവി വർക്കോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് തീരും. അതെ, പക്ഷെ ചൂസ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടിരുന്നേക്കാളും വേണമെങ്കിൽ അത്രയും പ്രതീക്ഷിക്കാതെ വരാണെങ്കിൽ ചൂസ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങള് എമൗണ്ട് ഇട്ട് അയക്കും. ഒന്ന് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് അയ്യോ എന്റെ അത്രയും പൈസ ഇല്ലാന്ന് വിചാരിച്ച് എടുക്കാതിരിക്കണ്ട. അപ്പൊ ഇതെല്ലാം പറയാൻ എനിക്ക് അന്നേരം സമയം കിട്ടില്ലല്ലോ വീഡിയോ കാണുമ്പോ. കാരണം നമ്മളൊരാൾ മാത്രമല്ല എല്ലാവരും കൂടി ഞാനല്ല നോക്കണത്. കണ്ടോ, ഇത് പ്യോറിൽ തന്നെ ഉള്ളതാണ്. ഫുള്ള് വർക്കാണ്. പക്ഷെ ഇതിനൊന്നും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈസ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഹോൾസെയിലാണ്. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതിനൊക്കെ ഭയങ്കര വില, എന്റെ കടയിൽ വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ല. നമ്മുടെ കടയിലൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് ഇരട്ടി 4 ഒക്കെ നല്ല വിലക്ക് വിൽക്കാം. പക്ഷെ ഇത് വലിയ പ്രൈസ് ഇല്ല. അത് വീണ്ടും എടുത്ത് പറയാണ്. ഇത് പാന്റ് അല്ലേ? അന്വേഷിച്ചിട്ട് ഇനി ആരും നടക്കണ്ട. ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റാണ്. അതെ, ഇത് ഒരു സ്ഥലത്ത് പോയാലും കിട്ടില്ല. ഇന്ത്യയിൽ എവിടെ പോയാലും തപ്പിയാലും കിട്ടില്ല. നല്ല 2 മാസം എടുത്തിട്ടാണ് ഞാൻ 20 പീസ് 30 പീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് 2 മാസം ടൈം എടുത്തിട്ട് ചെയ്തതാണ്. അപ്പൊ ഓൺ ക്രിയേഷൻ ആണ്. ഇത് തപ്പിപ്പോയേക്കാം എന്ന് വിചാരിക്കേണ്ട, ഇങ്ങോട്ട് തന്നെ വരണം. അതെ, നമ്മൾ തന്നെ ഇത് തുണി എടുത്ത് അത്യാവശ്യം വെഡിങ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഷോപ്പുകാർക്കൊക്കെ ഇത് സൂപ്പർ ആയിട്ട് ബ്രൈഡിന് കൊടുക്കാൻ നല്ല കളക്ഷൻ ആണ് അല്ലേ? ഫുൾ വർക്കാണ്. ഹെവി വർക്കോട് കൂടിയിട്ട്. അന്ന് ആ വർക്ക് ഹെവി ആണെങ്കിൽ പോലും തുണിക്ക് പോലും ഒരു കംപ്ലൈന്റ് വരില്ല. തുണി നല്ലതായതുകൊണ്ടാണ് ആ വർക്ക് അതിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ലോക്കൽ തുണി ആണെങ്കിൽ അത് ഓട്ടോയായി മാറും അല്ലേ? ഞാൻ നമ്മുടെ വിചിത്രനെ മറന്നിട്ടൊന്നുമില്ല. വിചിത്രയുണ്ട് കേട്ടോ. വിചിത്രയിലുള്ള മെറ്റീരിയൽ പണ്ടേ തൊട്ടുള്ള ഇത് ബ്ലൂമിങ് ആക്കിയിട്ടുണ്ട്. നല്ലോണം ബ്ലൂമിങ് ക്ലോത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ചാർട്ട് നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? വിചിത്രേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. കളർ നല്ല ചാർട്ട്, നല്ല ചാർട്ട്.
പിന്നെ വരുന്ന കളക്ഷൻ നല്ല ലൈറ്റ് ചാട്ടില്. ലൈറ്റ് ചാർട്ട് ഇത് ഹെവി മെറ്റീരിയൽ ആണ്. ഞങ്ങള് അവിടെ ശബ്ദം വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഷട്ടർ അടച്ചിട്ടൊക്കെ അവിടെ ഭയങ്കര പണി നടക്കാണ് കേട്ടോ. ആക്ച്വലി ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് നമുക്ക് കുറെ സ്പേസ് കാണിക്കാനുണ്ട്. പക്ഷെ കാണാനായിട്ട് ഇതില്ല. ഇതൊക്കെ റംസാനുള്ള ചിലർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇടുന്ന പെർഫെക്റ്റ് ആവുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ പാർട്ടി വെയർ മെറ്റീരിയൽ കാണിക്കുന്നത്. ശരിക്കും പാർട്ടി വെയർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇവിടെ കുറവാണ്, മാർക്കറ്റിൽ ഇല്ല. തപ്പി നമ്മൾ നടക്കണം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എടുത്തിട്ട് എല്ലാ റേഞ്ചിലും ഉണ്ട്. ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെ. ഹൈ റേഞ്ച് എന്ന് പറയുമ്പോ അത്രയും ഹൈ ഒന്നല്ല. നമ്മുടെ കടയിൽ നമ്മുടെ മാർക്കറ്റിലെ ഹൈ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാം. അത്രേ ഉള്ളൂ, പേടിക്കണ്ട. നമ്മുടെ കടയിലൊക്കെ എന്തൊക്കെ ഐറ്റം നമ്മൾ വെക്കുന്ന അറിയാലോ. അത്ര ഹൈ ഒന്നും പ്യോർ ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്യോർ ആയിട്ട്. ഇതിന്റെ ബ്ലാക്ക് റെഡ് നമ്മൾ കാണിച്ചു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്ലാസ് ആയിട്ടുള്ള വർക്കാണ്. ഇതൊക്കെ എവിടെയാ കിട്ടുന്നതെന്നൊക്കെ ഷോപ്പുകാർക്ക് അറിയാം. അപ്പൊ ഇത് ഇവിടെ തന്നെ. അപ്പൊ നമ്മുടെ കടയുടെ പേര് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേ. മൈ ഫാബ് ക്ലോത്തിങ്സ്. അത് ഇവിടെ. പിന്നെ മൈ ഫാബ് ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചാലും നമുക്ക് ഇവിടെ എറണാകുളം മാർക്കറ്റിൽ തന്നെയാണ് വരുന്നത്. തിക്കാന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ കസ്റ്റമറൊക്കെ ഉണ്ട്. ഇപ്പൊ തിക്കൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെട്ടവരൊക്കെ ഉണ്ട് ഷോപ്പിൽ. അവിടെ സൺഡേസിൽ വന്നിട്ട് കുറെ ടൈമായിട്ട് അവർക്ക് ഐറ്റം കിട്ടുന്നില്ല എന്ന്. അപ്പൊ പരാതിയൊക്കെ മാറി ഇഷ്ടം പോലെ സ്പേസ്. ഇതിപ്പോ സെക്കൻഡ് ഫ്ലോർ. ഇത് സെക്കൻഡ് ഫ്ലോർ. ഏത് ഫ്ലോർ കണ്ടാലും ഇത് സെക്കൻഡ് അല്ലെ? ഏത് ഫ്ലോർ കണ്ടാലും ഒരുപോലെയാണ്. പക്ഷെ ഐറ്റം വേറെയാ. പാർട്ടി വെയർ. ഇവിടെ പാർട്ടി വെയർ. ഇതില് ഗൗൺ ഫുൾ ലെങ്ത് വരുന്നത്, ഷോർട്ട്, അങ്ങനെ നമുക്ക് വൈറ്റ് അങ്ങോട്ട് തുടങ്ങാം. നല്ല ഫുൾ വൈറ്റ് ഹെവി പീസ് ആണ്. വേണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന പാനൽ കട്ട് വരുന്ന വൈറ്റ്. ഇപ്പൊ ഇതില് ഷെയ്ഡ് അപ്പൊ എത്ര ഷെയ്ഡ്സ് വരും? ഇത് ഫുൾ വൈറ്റിന്റെ സെറ്റ് ആണ്. ഒരു സെറ്റ് വൈറ്റ് അല്ലേ? സൈസ് ആണ് ML XL XL. സ്ലീവിന്റെ വർക്ക് ഒന്ന് കാണിച്ചേ. സൂപ്പർ വർക്കാണ് സ്ലീവില്. അതുപോലെ തന്നെ ഇതാക്കണ്ട ഫുള്ള് അല്ല 3/4 ആയിട്ട് വരും. ബ്രൈഡിനൊക്കെ കൊടുക്കാവുന്ന പോലത്തെ. ബ്രൈഡിന് അതുപോലെ തന്നെ അടിപൊളിയാണ്. ബ്രൈഡിനെ കൊടുക്കണമെന്നില്ല. വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. വൈറ്റ് ഫുൾ ഗൗൺ എന്ന് വെച്ചാൽ 2 പീസ് ആണ്. ഇതിൽ പാന്റ് 2 പീസ് എന്ന് പറയുമ്പോ ദുപ്പട്ട അടക്കാം. 2 പീസ് ടോപ്പും ഗൗണും ദുപ്പട്ട അങ്ങനെയാണ് കളക്ഷൻ വരുന്നത്. ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഇത് അനാർക്കലി അനാർക്കലി. അപ്പൊ ഗൗണൊക്കെ ഇപ്പൊ ഈ മോഡലാണ് കേട്ടോ. 4 കളറാണ്. അതെ, അത് ഫുൾ വർക്കോട് കൂടിയിട്ട് നല്ല ഹെവി ആയിട്ട്. ഇത് വിത്ത് ദുപ്പട്ട അങ്ങനെ. അപ്പൊ ഫുൾ ഗൗണിന്റെ സെക്ഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. മോഡൽ പോലും ഇത്രയും ഡ്രസ് ഷോർട്സും ഉണ്ടോ? ടീനേജിനുണ്ട് കേട്ടോ. 34, 36 വരുന്ന ഐറ്റാണ് കേട്ടോ ഇത്. ടീനേജിനാണ് ഏറ്റവും കളക്ഷൻ കിട്ടാൻ പാട്. അവർക്കും ചെത്തണം. അതെ, അടിപൊളി 3 പീസ് കേട്ടോ. പിള്ളേരുടെ പാർട്ടി വെയർ ആണ്. പിള്ളേരുടെ ഫുൾ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഏത് ഷെയ്ഡ് ചോദിച്ചാലും പാർട്ടി വെയർ കളക്ഷൻസിന്റെ 4 ഫ്ലോർ എന്ന് വെച്ചാൽ ഒരുക്കി വെച്ചേക്കാണ് ഫെസ്റ്റിവൽസിന് വേണ്ടിട്ട്. മൊത്തത്തിൽ അങ്ങോട്ട് പുതിയ ഷോപ്പ് ആകുമ്പോ എല്ലാം പുതിയ കളക്ഷൻ ആയിരിക്കും. അതാണ് അല്ലെങ്കിലും പുതിയ കളക്ഷൻ ഉണ്ട്. ആഴ്ചയിൽ ഇങ്ങനെ സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പൊട്ടിക്കാനുള്ള ബണ്ടിൽ കാണിക്കും. അത് ഗോഡൌണിൽ കാണിക്കും. എന്റെ മോൾക്കൊക്കെ കറക്റ്റ് പാകം. എന്റെ മോൾക്കൊക്കെ എന്താ 12 വയസ്സായിട്ടുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ അവർക്ക് കറക്റ്റ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കും അടിപൊളി സെറ്റ് ആണ്. ഫിറ്റിംഗ് ഒക്കെ വയസ്സ് നോക്കുമ്പോഴേ നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ഇടേണ്ട. അതൊക്കെ ചെറിയ സൈസിൽ ലാർജ് ആണ്. ഇത് ചെറിയ സൈസിൽ വരുന്ന ചെറിയത് ടീനേജിന്റെ പാർട്ടി വെയർ. ആ ഒരു സെക്ഷനാണ് ഇത് വരുന്നത്. ഇത് നേരത്തെ കണ്ടത് നമുക്ക് കുറച്ച് ഹെവി കളക്ഷൻ ആയിരുന്നു. ഇത് വിത്ത് ദുപ്പട്ട എടുക്കാം. ഇങ്ങനെ 3 പീസിന്റെ ഗ്രാൻഡ് ആയിട്ടുള്ളത്. ഗ്രാൻഡ് കുറച്ച് ഗ്രാൻഡ് അല്ല, കുറച്ച് ഗ്രാൻഡുകൾ നമ്മൾ താഴ്ത്ത് കണ്ടു. ഇത് എടുത്ത ഇത് നല്ല കളക്ഷൻ ആണല്ലോ. അത് ഗൗണാണോ? ഇതും ഗൗണല്ല, നല്ല ഒരു വർക്ക് ആയിട്ടുണ്ട്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇനി എടുക്കുമ്പോ അറിയാം എന്താണ് അവസ്ഥ. ഇത് ചുടിദാറാണല്ലേ? ഇത് ചുടിദാർ സെറ്റ് ഹെവി പാട്ടി എന്ന് വെച്ചാൽ മൊത്തത്തില് തിളങ്ങണം. മൊത്തത്തില് അങ്ങോട്ട് തിളക്കാം. ദുപ്പട്ട തിളക്കം, ബോട്ടം തിളക്കം, അതെ, ടോപ്പ് തിളക്കം എല്ലാം. ഫെസ്റ്റിവൽസിന് നല്ല കളക്ഷൻ. പിന്നെ നല്ല പക്ക ഫിനിഷിംഗ് ഉള്ളതാണ്. കോപ്പി അല്ല, ഒറിജിനൽ ആണ്. ഇതിന്റെ കോപ്പി ഉണ്ട്, പക്ഷെ കോപ്പിക്ക് ഫിനിഷിംഗ് കുറവായിരിക്കും. ഇത് ഒറിജിനൽ ആണ്. പിന്നെ ഇത് മാത്രമല്ല, എത്നിക് മാത്രമല്ല, വെസ്റ്റേണും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അടുത്ത ഫ്ലോർ ആണ്, നമ്മൾ അതിലേക്ക് പോകും. ഓക്കെ, വെസ്റ്റേൺ അടുത്ത ഫ്ലോർ. പിന്നെ പാർട്ടി വെയർ ആണ്. ലെങ്ത് കുറഞ്ഞ ടൈപ്പ്. പെലാസോ
ബോട്ടം വർക്ക്. ഇതൊക്കെ ഇപ്പൊ ഇടേണ്ട സമയമാണ്, ഈ ഒരു മാസം അല്ലെ? അതെ, ഈ ഒരു മാസം ഫുൾ പെരുന്നാളിന്റെ കളക്ഷൻ ആണ്. പെരുന്നാൾക്കുള്ള കളക്ഷൻ എത്തി മക്കളെ, ഓടിവാ ഓടിവാ. കഷ്ടപ്പെട്ട 5 സെറ്റ് മേടിക്കാൻ കോഴിക്കോടും സൂററ്റും ഒന്നും പോവണ്ട, അവിടെ വന്നാ മതി. എല്ലാ ദിവസവും കളക്ഷൻ പൊട്ടിക്കും. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് വാങ്ങിക്കാം. നമുക്ക് ഗോഡൌണും കാണണം, ഗോഡൌൺ കാണിക്കാം. ഗോഡൌൺ എന്തായാലും കണ്ടിട്ട് പോണം. പൊട്ടിച്ചാലും തീരാത്ത അത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാരും വരണം, എല്ലാരും വന്ന് കാണണം അല്ലേ? മേടിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. പക്ഷെ വരണം, ഞങ്ങൾ കാണണം. മാർക്കറ്റിൽ വരുമ്പോ ഒന്ന് കാണണം. നമ്മൾ ക്ഷണിക്കും. അതെ, ക്ഷണം സ്വീകരിച്ച എല്ലാരും ഇവിടെ എത്തുക. ഞങ്ങളുടെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും വന്ന് കാണുക. അതെ, കാണാ, കണ്ട് ആസ്വദിക്കുക. വരുന്നവർക്ക് ലഞ്ചൊക്കെ ഉണ്ട്. ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീഡിയോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കാണാം. അല്ല, എല്ലാ ദിവസവും കസ്റ്റമർക്ക് ലഞ്ച് ഉണ്ട് ഇവിടെ. അതുണ്ട്. അത് ഈ ഇപ്പൊ ഈ എന്താ പറയാ, ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് അങ്ങനെയല്ല കഴിഞ്ഞാലും പർച്ചേസിന് വരുന്ന കസ്റ്റമറൊക്കെ ദൂരേന്നല്ലേ വരിക. അവർക്കൊക്കെ നമ്മൾ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ഉണ്ട്. എല്ലാവർക്കും ലഞ്ചൊക്കെ കഴിച്ച് ഹാപ്പി. ഇപ്പം വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഈ ഒരു ദിവസം കൊണ്ട് കുറെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ലഞ്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് പോവാ. അപ്പൊ ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ വൗച്ചർ ആയിട്ട്. നമ്മൾ അവർക്ക് കൂപ്പണാണ് കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ളതാണ് കഴിക്കുക. ഇഷ്ടമുള്ളത് കഴിക്കുക. അല്ലാണ്ട് നമ്മള് ഇഷ്ടത്തിന് മേടിച്ച് തരുന്ന പരിപാടിയില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കുക. നമ്മുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പൊ എത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും ഇവിടേക്ക് വരാം. എല്ലാം കാര്യം ഞാൻ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഫുഡ് കിട്ടിയെങ്കിൽ. അപ്പൊ അതെ, നമ്മൾ ദൂരത്തു നിന്നൊക്കെയല്ല വരുന്നത്. അപ്പൊ യാത്രകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ സോഫ സെറ്റി, സൗകര്യം, എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യം. നീ കിടക്കാൻ ഇത് ചേച്ചിട്ടേക്കണ ക്ലോത്തിലുള്ളതാണ്. സെയിം അല്ലേ? സെയിം. അതിന്റെ ഡാർക്ക് ചാർട്ടാണ്. ഡാർക്കില് ഡബിൾ ഷെയ്ഡ് കേട്ടോ ഇത് വരുന്നത്. പക്ഷെ വെയിലത്ത് നിൽക്കുമ്പോൾ വേറെ കളർ, റൂമിൽ നിൽക്കുമ്പോൾ വേറെ കളർ. അങ്ങനെയാണ്. എനിക്കൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യണ. പക്ഷെ ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ഒരു മറൂൺ ആയിട്ട്, ബ്രിക്ക് ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വേറെ കളർ ആയിരിക്കും. ഒക്കെ വേറെ ഡിഫറെന്റ്. ഇതിന്റെ ലൈറ്റ് വേണ്ടാത്തവർക്ക് ലൈറ്റ് ചാർട്ട് ഒക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ. പെരുന്നാൾക്ക് ഏതിടും ഷോപ്പിൽ വന്ന കസ്റ്റമർ ഇറങ്ങി പോകരുത്. അത്രയ്ക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇവിടെ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നു. ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഇല്ലാന്ന് കുറെ പേർക്ക് കംപ്ലൈന്റ്. ഇത് കണ്ടാറൂടെ നല്ല ലെങ്ത്തും വിടുത്ത്. ഇത്രയും ലെങ്ത് പോരെ, ഇനി എവിടേക്ക് ലെങ്ത് വേണം. ഇത് ഫുൾ ഇട്ടിട്ടുള്ള ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്. നോർമലി അതിന് കുറെ എൻക്വയറി വരും. ഇതിന് എത്ര ചാർട്ടുണ്ട് ഈ നമ്മൾ ഇട്ടിരിക്കണതിന്റെ? ഒന്ന് കാണിക്കാം. അതിന് കുറെ ചാർട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട ചാർട്ട് ചൂസ് ചെയ്യാം. സെയിം മോഡല്. പിന്നെ അത് കഴിഞ്ഞ ഈ ഒരു ഷെയ്ഡ് വൈൻ ഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ കാണിച്ചാൽ മതിയില്ല. വൈൻ ഉണ്ട്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, പിന്നെ യെല്ലോ, പിന്നെ ഇത് ബ്ലാക്ക്. അങ്ങനെ ഒരു 5 വേറെ ചാർട്ട് വരുന്നുണ്ട്. നമുക്ക് താഴെ ഉണ്ട് വൈറ്റ് ഒക്കെ. അത് താഴത്താണ്. അപ്പൊ താഴത്തുനിന്ന് പോയി നോക്കാം നമുക്ക് പിന്നീട്. ഇത് മൊത്തം വർക്കാണ്. മൊത്തം വർക്ക്. ആർമാദിക്കാൻ ഇഷ്ടംപോലെ. ഈ ഒരു ടൈമിൽ പാർട്ടി വെയർ ആണ് എല്ലാരും എൻക്വയറി. അപ്പൊ അതാണ് നമ്മൾ പാർട്ടി വെയർ. ഇത് ഇപ്പൊ ഈ ഒരു മാസം 2 മാസം മൊത്തം ഇപ്പൊ പാർട്ടി വെയർ ആയിരിക്കും. ഇത് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞാലും നമുക്ക് ഇനി ഐറ്റം ഉണ്ട്. വെഡിങ് ഉണ്ടല്ലോ. ഇനി വെഡിങ് വരും. അപ്പൊ വെഡിങ് കസ്റ്റമൈസ് ചെയ്ത പാർട്ടി വെയർ ആണ്, റെഗുലർ പാർട്ടി വെയർ അല്ല. അതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടും, ഇവിടെ കിട്ടും. ഇത് അതല്ല, ഇത് കസ്റ്റമൈസ് പാർട്ടി വെയർ ആണ്. നിങ്ങൾ ഇനി സൂറത്ത്, മുംബൈ അവിടെ കിട്ടൂല. ഇനി ഇതൊക്കെ പ്രിന്റഡ് വന്നിട്ടുള്ള ഐറ്റാണ്. പ്രിന്റഡ് വരുന്ന 3 പീസ് സെമി പാർട്ടി വെയർ ആണ്. അതെ, അപ്പൊ അത് താഴത്തല്ല ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഇതിപ്പോ പുതിയ പൊട്ടിച്ച് വെച്ചിട്ടാണ്. ബാർകോഡ് ഒട്ടിച്ചിട്ട് താഴേക്ക് ആക്കാനുള്ള ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാട്ടോ ഈ ഒരു സംഭവങ്ങൾ. ഇതുപോലത്തെ കോളർ ടൈപ്പ്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ റൗണ്ട് നെക്ക് ആയിരുന്നു അല്ലേ? ഇത് വരുന്നത് കോളറുള്ള പാർട്ടി വെയർ. കോളറുള്ള പാർട്ടി. ചേച്ചി ഇട്ടിട്ടുള്ളതും ഒരു സെമി കോളർ. സെമി കോളർ. ലൈറ്റ് ചാർട്ടിൽ വരുന്നതാണ്. ഇതിനൊരു പ്രത്യേകിച്ച് കയ്യിലും വർക്ക്, കാലിലും ബോട്ടത്തില് വർക്ക്, ഷോളില് വർക്ക്, മൊത്തത്തില് വർക്കാണ്. ഒരു മൊഞ്ചത്തി അതിൻ്റെ അല്ലേ? അതെ, ഇല്ലേ? ഏതിട്ടാലും അങ്ങനെ ഒരു കളക്ഷൻ. ഈ കാണുന്നതൊക്കെ എന്താ? ഏതാണ്? അത് ലെഹങ്കയാണ്. ഇപ്പൊ എന്റെ ഷോപ്പിൽ ലെഹങ്ക വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലെഹങ്കയാണ്. ഈ ലെഹങ്കയുടെ ചാർട്ട് നല്ല ഭംഗിയുള്ള ചാർട്ടാണ്. ഡാർക്ക് ഒന്നും വെച്ചിട്ടില്ല.
ഒക്കെ ചേച്ചിക്ക് ലെഹങ്ക ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചേച്ചി ലെഹങ്ക ഇട്ട് കാണിച്ചു തരും അല്ലേ? യെസ്. പക്ഷേ ഇതിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് സാരിയാണ് ഉടുത്തത്, അതുകൊണ്ട് ലെഹങ്കയുടെ ആഗ്രഹമുണ്ട്. അയ്യോടാ, നീ എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം സാരി ഉടുത്തെന്ന്. അല്ലേ, ക്രിസ്ത്യൻ കല്യാണത്തിന് വൈറ്റ് സാരി ഉടുത്തത് ഭയങ്കര ഭംഗിയല്ലേ? ഇപ്പോഴല്ലേ ലെഹങ്ക ഇടാൻ തുടങ്ങിയ ക്രിസ്ത്യൻസ് കല്യാണത്തിന്? അതൊക്കെ നേരത്തെ ഗൗൺ, പണ്ടൊക്കെ ഇതായിരുന്നു സാരി. പിന്നെ ഗൗൺ, ഭയങ്കര ഇതുള്ളൊരു ഗൗൺ. ഇത് ഇങ്ങനെ ഫുൾ ഒരു ഹെയർ ആയിട്ട് വരുന്നത്. അതുപോലെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് അവർക്ക് ലെഹങ്ക ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ. ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ്, കൈയൊക്കെ പൊന്തിച്ച് സെറ്റ്. സാധാരണ പിടിച്ചോട്ടാ കല്യാണ പെണ്ണ് വരുമ്പോഴാണ് ഇതുപോലെ സെറ്റ്. പക്ഷെ നിങ്ങൾ വരുമ്പോ ഇതുപോലെ സെറ്റ് ചെയ്ത് കാണിച്ചില്ല കേട്ടോ. കാണിക്കോ? ഹോൾസെയിലും കാണിക്കും. ചില ഇപ്പൊ പുതിയ ഷോപ്പുകാർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, ഇതെങ്ങനെ കാണിക്കും, എങ്ങനെ മടക്കും, അതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. ആ, കസ്റ്റമേഴ്സിന് സമയം ഉണ്ടായാൽ മതി, ഞങ്ങൾ ഇവിടെ കാണിക്കാൻ റെഡിയാണ്. എല്ലാരും ഓടാൻ റെഡി ആയിട്ടാണ് വരുന്നത്. അടുത്ത കടയിൽ പോകണം, അടുത്ത കടയിൽ പോകണം. അതെ, എല്ലാരോടും ഞാൻ പറയേ കുറച്ച് ടൈം എടുത്ത് പർച്ചേസ് ചെയ്യണം, എന്നാലും നമുക്ക് എല്ലാം കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ലുക്കിലാണ് ഇത് വരുന്നത്. സിംഗിൾ ഒരു ഷെയ്ഡില് പവട അവിടെ നിന്നൊക്കെ വലിഞ്ഞു പോകണ്ടേ. ഞാൻ വണ്ണം കൂടിയോ ഇതിന് എന്താ സംഭവം അല്ല, ഇങ്ങനെയായിരിക്കും ലുക്ക് കേട്ടോ. അപ്പൊ ഇതിന് ഇങ്ങനെ സൈസസ് വേണം, ഫ്രീ സൈസാ വരുന്നത്. അല്ല, ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടേ ഉള്ളൂ. ഷോപ്പാർക്കെല്ലാം അറിയാം. ബ്ലൗസ് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിന് ഗിയറിന് സൈസ് കൂടില്ലേ? അത് കസ്റ്റമർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അഡ്ജസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. കളേഴ്സുകളാണ് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ വർക്കോട് കൂടിയിട്ട് വരുന്ന കളർ. അതായത് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഫുൾ ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഈ കളറൊക്കെ എടുത്ത് കാണിക്കും. നല്ല നല്ല കളക്ഷൻസ് അല്ലേ? മോഡലുകൾ. നേരത്തെ കണ്ടത് നമ്മള് ലെഹങ്ക ആയിരുന്നു. ഇതാവുമ്പോ നമുക്ക് ഗൗൺ ആണ്. ഇതിനെന്താ പറയാ, അറബിക് ക്ലാച്ച് ആണ്. അറബിക് ക്ലാച്ച് ആണ്. ഇത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ്, ഒന്നും ചെയ്യണ്ട. സ്കേർട്ട്, അതിന്റെ മുകളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ഹീലൊക്കെ ഇടണം, എന്നാലും നമ്മുടെ ഹൈറ്റിന് സെറ്റ് ആവുള്ളൂ. നല്ല റാണി പിങ്ക് കളറ്. റാണി പിങ്ക്. ആഹാ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 പീസ്. അതെ, സെയിം. അപ്പൊ എത്ര പീസ് വേണമെങ്കിലും ഉണ്ടെന്ന് തെളിവാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. ചാട്ടാണ് അതിന്റെ. ഇത് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം അറബിക് ലാച്ചും അതുപോലെ ലാച്ചകള് അങ്ങനത്തെ. ഇത് ഷോപ്പുകാർക്ക് പിക്ക് ചെയ്തെടുക്കാം, ഒരെണ്ണം ഇഷ്ടമുള്ളത് രണ്ടെണ്ണം അങ്ങനെയൊക്കെ എടുക്കാം. പിക്ക് ചെയ്തെടുക്കാവുന്നതായിട്ടാണ് ഇത്. പിന്നെ നെറ്റ് വേണ്ടാത്തവർക്കുള്ളതാണ്, നെറ്റ് സാറ്റനുള്ള വരുന്നത്. ഇതിന് പേരൊക്കെ ഉണ്ട്. ഇതില് ഫുള്ള് ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ടും ഇത് ട്രെൻഡിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്ന ഒരു സംഭവം. ഇത് നമ്മുടെ കുട്ടി വന്നിട്ട് പിടിച്ചാൽ ഇതിനൊക്കെ എന്തൊരു കനാടി മോളെ. കനൊന്നുമില്ല, എന്ത് കനം. ക്യാൻഡലിന്റെ ആരോഗ്യത്തിന് കണ്ട ഇങ്ങനെ സെറ്റ് ചെയ്യണം, നല്ലതാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല, നീ വെറും കുട്ടിയാണ്. അതെ, സ്റ്റഫ് വരെ കുറച്ചു നേരം ട്രെയിനിങ് കൊടുക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ഫ്രണ്ട് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ ഒരു മിനിറ്റ് ആദ്യം പാവട കാണിച്ചു കൊടുക്കണം. ഇത് പവട അത്യാവശ്യം നന്നായി ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ. അത് അടിയിലും ഫുൾ ഇങ്ങനെ സെറോസ്കി ഡയമണ്ടിന്റെ വർക്കാ വരുന്നത്. പിന്നെ ഇതിന്റെ ബ്ലൗസും ഫ്രണ്ടും ബാക്കും ഇത് വിട് സ്ലീവും എല്ലാതും ഇതിലുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഓരോന്ന് നമുക്ക് തയ്ച്ചെടുത്താൽ മതി. ഇനി ഇതില് ദുപ്പട്ട സെയിം ആ ഒരു മെറ്റീരിയൽ വരുന്നത് അല്ലേ? ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അതെ, പിന്നെ ഇതിന്റെ ഈ ഒരു കല്ല് ഇതൊന്നും ഇളകി പോവില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല സ്ട്രോങ് ആണ്. ഇത് ഭയങ്കര ഈസി അല്ലേ? ഈസി വെയറിംഗ് ആണ്, വീണ്ടും യൂസ് ചെയ്യാവുന്ന സുഖാണ്. ഇടുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. നെറ്റ് വേണ്ടാന്ന് കാണുമ്പോഴേ പറയുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ നെറ്റ് വെൽവെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഈ ഒരു സെക്ഷൻ ആയി. ഇനി നമുക്ക് നമ്മുടെ വെസ്റ്റേൺ വെയർ സെക്ഷനിലേക്ക് ഓൾറെഡി വീഡിയോ ലൈറ്റ് ആയിട്ടുണ്ട്. ഇതും ഗൗൺ ആണ് അല്ലേ? ഇതും ഗൗൺ ആണ്, ലൈറ്റിൽ കാണിച്ചത് കേട്ടോ. ജീൻസും ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി ഈസ്റ്ററിന്റെ സമയത്തൊക്കെ ചിലർക്ക് വെസ്റ്റേൺ വേണം എന്നുള്ള എല്ലാ ഷോപ്പുകാർക്കും റെഗുലർ വെസ്റ്റേൺ വേണം. അപ്പൊ കുറച്ച് വെസ്റ്റേണും കൂടി എടുത്ത് പോകാൻ വരുമ്പോ എന്നുള്ളതിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം നമുക്ക്. കോട്ട് സെറ്റ് വെസ്റ്റേൺ തിളങ്ങണ ഗൗൺ അല്ലേ കണ്ടുള്ളതാ. ഇത് ഫുൾ ഇങ്ങനെ ഒരു വെസ്റ്റേൺ ഗൗൺ. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇട്ട പോലെ ഇരിക്കും. സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി പാർട്ടി വെയറില്. അടുത്ത കളർ, അടുത്തത് ഇതൊക്കെ ഗൗൺ വരുന്നു. ഫുള്ള് വേണോ, ഹാഫ് വേണോ, ഡങ്കറി മോഡൽ വേണോ? ഡങ്കറി മോഡൽ വേണം. ഇതൊക്കെ ഫുൾ ലെങ്ത് വരുന്നതാ കേട്ടോ. ഡങ്കറിയില് നമ്മള് ഫ്രോക്ക് മോഡൽ അല്ല കണ്ടിരിക്കുന്നത്. കളക്ഷൻസിലേക്കായി ഇത് ഫുള്ളാട്ടോ. അതിന് ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് യൂസ് ചെയ്യാം. ആവശ്യം ഉണ്ടെങ്കിൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ വയറിലുള്ളവർ ഇടണ്ടത്. വയറില്ലാത്ത എന്നെ പോലെ ഒട്ടും വയറില്ലാത്ത ആൾക്കാർക്ക്, വയറില്ലാത്തവർക്ക് ഇടാം. ഇഷ്ടം പോലെ. പിന്നെ നല്ല ക്ലോത്ത് വേണത്. ഇത് നല്ല ഇതല്ലേ, പർദ്ദയായിട്ട് യൂസ് ചെയ്യാം.
പർദ്ദ പോലെ ഫ്രോക്ക് വേണ്ടവരുണ്ട്. പർദ്ദയല്ല, പർദ്ദ പോലത്തെ ഫ്രോക്ക് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി. ഫുള്ളാണ്, അതുപോലെ ഫുൾ സ്ലീവ് ആണ് ഇത് വരുന്നത് കേട്ടോ. ഇത് 2 പീസ് ആണ്. ഇത് 2 പീസില് വെസ്റ്റ് കോട്ട് സെറ്റ്. അതിനും എല്ലാത്തിനും ബെൽറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ബെൽറ്റ് ഫ്രീ ആണല്ലേ? ഈ കാണുന്നതില് വെസ്റ്റേൺ മക്കളെ വേഗം സ്പീഡിൽ ചറവറാന്ന് ഇങ്ങനെ കാണിക്കേ. താഴത്തെ പ്രിന്റ് അതാ അതും വെസ്റ്റേന്റെ 2 പീസ് ലെങ്തി കോട്ട് സെറ്റ് ആണ്. കോട്ട് സെറ്റ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ഓടുന്നുണ്ട്. അതെ, ക്ലോത്ത് വൈസ് ഭയങ്കര നല്ല ക്ലോത്ത്, സോഫ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത്. ഫാബ്രിക്കിൽ വരുന്നത് നല്ല ഫാബ്രിക് നല്ലതാണ്. ഇതൊക്കെ എവിടെ കിട്ടുന്നത് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നുള്ള ഐറ്റം ആണ്. കടക്കാരായാലും എവിടെ ഉള്ളതെന്ന് നോർമൽ കാണാത്ത ഐറ്റം ആയതുകൊണ്ട് നല്ല ഫാബ്രിക് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. പിന്നെ അത്യാവശ്യം ഫ്ലയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ടൂണിക് അതും ഫുള്ള്. ഇതൊക്കെ ശരിക്കും പർദ്ദ ഫീല് കിട്ടുന്ന അതേ ഗൗണാണ് കേട്ടോ. കുറച്ചും കൂടെ നീങ്ങി നല്ല അറിയില്ല. കളറും ലെങ്ത്തും ബെൽറ്റും ഉണ്ട് കേട്ടോ. ബെൽറ്റും സ്ലീവും ശരിക്കും പർദ്ദ ഫുൾ ഗൗൺ അങ്ങനെ ഫീൽ ചെയ്യും. എന്നാ ഇത് ഗൗണാണ് ശരിക്കും. ആക്ച്വലി ഇത് ചോദിച്ചിട്ട് എന്നെ കോൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഷോപ്പിൽ ഫുൾ ഗൗൺ ഉണ്ടോ? ഫുൾ ഗൗൺ ഉണ്ട്, ഫുൾ ഗൗൺ ഉണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയാ ഫുൾ ആയിട്ടുള്ളത് കാണിക്കുന്നത്. ഇതല്ലാണ്ട് ജീൻസ് ടോപ്സ് അങ്ങനത്തെ ഉണ്ട്, ചെറിയ ടൂണിക്കുണ്ട്. എടുക്കാനാ പണി അല്ലേ? ഫുൾ ടൈറ്റ് ആയിട്ട് സെറ്റ്. ഇത് കോട്ട് സെറ്റ് ആണ്. ഇത് ഞങ്ങൾ നിങ്ങളുടെ യൂണിഫോം അല്ലേ ചെയ്തത്? പക്ഷേ 3 പീസ് ആണ്. ഇത് ഇന്നറും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കാണണ്ടെന്നൊക്കെ ഇന്നറും ടോപ്പ് ബോട്ടം അങ്ങനെ അല്ലേ? 2 പീസാ? 2 പീസ് ആണ്. അത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ്. അതന്നെ ചാർട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും കടക്കാർക്കൊക്കെ ഇത് യൂണിഫോം ആക്കാൻ്റെ ഞങ്ങളുടെ കുട്ടീനെ ഒന്ന് കാണിച്ചേ. ഇതുപോലെ സുന്ദരികളായിട്ട് നിങ്ങളുടെ സ്റ്റാഫുകൾ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഓർഡർ ചെയ്താൽ ഇത് എല്ലാ സൈസുകാർക്കും പക്കയാണ് കേട്ടോ. അത് തുണി അതാണ്, സ്ട്രെച്ചബിൾ ആണ്. ഇത് പാനൽ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മുറുകി ഒന്നും ഇരിക്കത്തില്ല, നല്ല ഭംഗിയിലിരിക്കും, ഫിനിഷിംഗിൽ കിടക്കും. ഇതിങ്ങനെ യൂണിഫോം ഒക്കെ വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ജീൻസും ക്രോപ്പ് ടോപ്പ്. ഡെനിമിന്റെ സ്കേർട്ട് സാധാരണ നീലയും കറുപ്പൊക്കെ കാണാറ്. അതെ, ഇത് കളറുകൾ മാറ്റി. ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യിച്ചാണ് കേട്ടോ. അത് ക്വാളിറ്റി വൈസ് ലെങ്ത് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് കളേഴ്സ് അവൈലബിൾ ആണ്. ഡെനിമിന്റെ സ്കേർട്ട് ഫ്ലെയറിൽ വേണ്ടവർക്ക് ഫ്ലെയറിൽ പോക്കറ്റ് സ്കേർട്ട്. ഡെനിമിൽ തന്നെ. ബാക്ക് തിരിച്ച് 2 പോക്കറ്റ് ഒക്കെ ഉള്ളത്, 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ടല്ലേ? അപ്പൊ ഇത് സെമി ഫ്ലെയറിൽ. പിന്നെ ബാഗി, പാരഷൂട്ട്, ജോഗർ, അത് ഇതെല്ലാതും ഉണ്ടെന്നല്ലേ? ഇതൊക്കെ എങ്ങനെയാ സൈസസ് വരാ? ഇത് 28 മുതൽ 34, 36, 38 വരെ ഉണ്ടോ? 38 വരെ ഉണ്ട്. എല്ലാ ടൈപ്പ് ജീൻസ്. ഫുൾ ലേഡീസിന്റെ ലെറ്റർ, ജെന്റ്സിന്റെ ഒന്നുമില്ല ഇവിടെ. ലേഡീസിന്റെ ജെന്റ്സിന്റെ ഒന്നുമില്ല ഇവിടെ. പെണ്ണുങ്ങളാണ് കൂടുതൽ തുണി വാങ്ങുന്നതാണ് ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത്. ജോഗർ ടൈപ്പ്. ഇത് ജോഗർ. ശരിക്കും ജെന്റ്സിന് മാത്രം ഇഷ്ടംപോലെ ഷോപ്പ് മാർക്കറ്റിലുണ്ടല്ലോ, ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ എറണാകുളം മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് ജെന്റ്സിന്റെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ലേഡീസിന്റെ ഇനിയിപ്പോ കെട്ടെടുക്കുമ്പോ എങ്ങനെ എടുക്കണം? സൈസ് ഇങ്ങനെ 28, 30, 32, പിന്നെ 34, 36, 38 അങ്ങനെ സെറ്റ്. കടക്കാർക്ക് അറിയാം, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് അറിവ്. ഒരു ജീൻസ് 2 ജീൻസ് അങ്ങനെയല്ല, എല്ലാ ജീൻസും സൈസ് വൈസ് ആയിരിക്കും. സ്കേർട്ടും അങ്ങനെ തന്നെയാണ്. സ്കേർട്ടിന് 3 പീസിന്റെ സെറ്റ് ആണ്. ഒരു കളർ നീല, ഒരു കളർ അങ്ങനെയൊന്നും അല്ല, ഒരു കളറിൽ 3 പീസാണ്. 3 പീസ് അങ്ങനെ. എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, എല്ലാരും 3 എണ്ണം തന്നെ മേടിക്കണം. ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞ എന്നോട് ഒരെണ്ണം തരാതെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മളന്ന് കട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പ്രിൻസ് അപ്പൊ ഇതിങ്ങനെ 3 എണ്ണമായിട്ട് മേടിച്ചാൽ മതി. അതെ, കുറെ ഒന്നും വാങ്ങണ്ട, 3 എണ്ണം. ഈ ഒരു സെറ്റ് എടുക്കണം, അത്രയും നിർബന്ധമുള്ളൂ. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. കളക്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഹിന്റ് തന്നു മാത്രം. ഇവിടെ വെസ്റ്റേൺ വെയർസ് ഉണ്ട്. ഇനി ഇതിന്റെ ടോപ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് നോക്കാം. ടോപ്പിന്റെ സെക്ഷൻ കസ്റ്റമേഴ്സിന്റെ തിരക്കാനെ കുറച്ച് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. അവര് മുക്കില് നിന്ന് എന്തെങ്കിലും കാണിക്കണം. വേറെ നിവർത്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവരും പറയും. ആര്? കസ്റ്റമറും ആ സൗണ്ടും കേൾക്കും. കസ്റ്റമറുടെ ശബ്ദം കേൾക്കും. പിന്നെ മൈക്ക് ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അവരവിടെ കച്ചവടം നടത്തട്ടെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ടോപ്പുകൾ ജീൻസിന്റെ ടോപ്പുകൾ, സ്കേർട്ടിന് ഇടാവുന്ന ടോപ്പുകൾ. അപ്പൊ അതിന്റെ ഇപ്പൊ കുറച്ചുള്ള ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള, പക്ഷെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. വന്ന് നോക്കാം. പുതിയ കളക്ഷൻസ് എന്നും പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കാണിക്കാം. ഇത് കാണിച്ച ഷർട്ട് ഒക്കെ ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ, പക്ക കോട്ടണില് കുറച്ച് ലെങ്ത് ആയിട്ട് വേണം ഷർട്ട്. ഓപ്പൺ
ടോപ്പാണ് കേട്ടോ ഇത്. ഫുൾ ഇത് 2-3 ബട്ടൺ ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ജീൻസിന്റെ കൂടെ ആയാലും എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കോട്ടൺ ഉണ്ട് ഉണ്ടല്ലോ. ആ ഓക്കെ. പിന്നെ അടുത്തത് ലെങ്ത് ആയിട്ടുള്ള ഷർട്ട് പ്ലസ് സൈസ് ആണ്. കുറെ ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇതിന്റെ സ്ലീവ് വെറൈറ്റി പ്ലസ് സൈസ് ഓവർ സൈസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ലൂസ് ആണല്ലോ ഫാഷൻ. അതെ. ഈ ലെങ്ത് വേണമെങ്കിൽ അങ്ങനെ ഡെനിമിന്റെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അങ്ങനെ. ഇനി ടീഷർട്ട് ഉണ്ട്. ടീഷർട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ടീഷർട്ട് ആണ്. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് 5 സ്ലീവ് ടീഷർട്ട്. ഈ കാണുന്നത് മൊത്തം ഷർട്ടുകളുടെ കളേഴ്സ് ആണ് മാറിപ്പോവാ അല്ലെ. ഇത് ഫ്രീ സൈസാ വരുന്നത്. ആ ഓക്കെ. പിന്നെ ഇതും ഒരു ടോപ്പ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ലീവില് കാണിച്ചു പോവാട്ടോ. കുറെ വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിന്റെ ഉത്തരവും ഇല്ല. ഇനി വരുമ്പോ ബാക്കിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഇഷ്ടപ്പെട്ടു. ഇനി ഗോഡൌണും കൂടി കാണാൻ അടിപൊളിയല്ലേ. ഇത് എന്ത് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. ഇവിടെ ഫ്രില്ലുണ്ടേ, വയറ് കാണില്ല. എനിക്ക് അറിഞ്ഞൂടെ അതെന്താ ഇഷ്ടപ്പെട്ടത്. ലെങ്ത് വേണ്ടവർക്ക് എന്നുവെച്ചാൽ ഹൈലോ പാറ്റേൺ ആണ് വരുന്നത്. ഹൈലോ ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഷർട്ട് വേണമെങ്കിൽ ഷർട്ടായി. കുഞ്ഞിത് വേണ്ട. കുഞ്ഞിത് ക്രോപ്പ് ടോപ്പ്. ഇതെല്ലാം ക്രോപ്പാണ്. ഈ ക്രോപ്പിൽ വരുന്നതാണ്. ഇത് ലൈറ്റ് ഷെയ്ഡില് വേണ്ടിയിട്ടുള്ള സ്ട്രൈപ്പ്. ഇത് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റ് ഉള്ള മോഡൽ. ഇതൊക്കെ കുറെ പേര് തപ്പി നടക്കുന്നുണ്ട്. ജാക്കറ്റ് പക്ഷെ അത് അറ്റാച്ച്ഡ് ആണ്. പിള്ളേർക്കൊക്കെ സാധാരണ ഈ ഊരി പോവാ ആ ഒരു പ്രശ്നം അത് സോൾവ് ആയി. ഇതും ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് മാത്രമല്ല ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള ഇതൊരു ഉണ്ടെന്നുള്ളത് ഹിന്റ്. അതെ. ഇത് ഫുൾ കാണുന്നത് മൊത്തം നമുക്ക് ടോപ്പിന്റെ കളക്ഷൻസ് ആണ്. അതല്ലാത്തത് നമുക്ക് ടോപ്പ് അല്ലാത്ത ഇങ്ങനെ 3/4 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള വെസ്റ്റേണിൽ ഡെനിമിന്റെ റോംബറും ഫുൾ ഫ്രോക്കും ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഫ്രോക്ക് പോലെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അത് ഡങ്കറി ടൈപ്പ് ആയിട്ടുള്ളത് പല പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. വെസ്റ്റേണിൽ ഇഷ്ടം പോലെ ഉണ്ട്. വെസ്റ്റേണിൽ കുറെ ആ സൈഡ് ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് അങ്ങോട്ടൊന്നും അനങ്ങാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലർക്ക് ഫേസ് കാണിക്കാൻ പറ്റില്ല. ഷോപ്പുകാരെ കാണിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ആഗ്രഹിക്കാത്തവരുമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതും പറയാം. ആഗ്രഹിക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഉണ്ടെന്നുള്ള ജസ്റ്റ് ഒരു ഹിന്റ് ആണ്. ഇങ്ങനത്തെ വെറൈറ്റീസിന്റെ ഒക്കെ സെറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു ഗോഡൌണിലേക്ക് ഒന്ന് പോയാൽ നമ്മുടെ ഗോഡൌണും കൂടി ഒന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഫ്ലോറും കണ്ടു. ഇനി ഗോഡൌൺ ആണ്. ഇതാണ് നമ്മുടെ ഗോഡൌൺ. ആക്ച്വലി ഈ ഗോഡൌൺ എന്ന് പറയുമ്പോൾ നമ്മള് 4 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ഫ്ലോറിൽ ഇപ്പൊ നിൽക്കണം. ഇതേപോലെ 4 ഫ്ലോർ മൊത്തം ഗോഡൌൺ അല്ലേ. ഇത് ഫുള്ള് ഇനി സാധനം അവിടുത്തെ കഴിയുന്നതിനനുസരിച്ച് ഇവിടുന്ന് കയറ്റിക്കൊണ്ടിരിക്കും. ബണ്ടല് നിറച്ച് സാധനങ്ങളോ ഇതല്ലേ നമ്മുടെ ആ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ഓൺ പ്രൊഡക്ഷൻ. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല. ഇതൊക്കെ കാണെങ്കിൽ നമുക്ക് അവിടേക്ക് വന്നാൽ മതി. ഇതൊക്കെ ഗോഡൌണിൽ ഇരിക്കുന്ന സാധനം പൊട്ടിക്കാനുള്ളതാണ്. അപ്പൊ ഒരിക്കലും ഷോർട്ട് വരില്ല. നമ്മളെപ്പോ ഒരു റാക്ക് ഒഴിഞ്ഞാൽ അപ്പൊ അടുത്തായിട്ടും കയറ്റിയിരിക്കും. പിന്നെ ഇത് ഒരു ഫ്ലോർ ആണ്. വീണ്ടും പറയാണ്, അവിടെ നമ്മൾ ഷോപ്പിൽ കണ്ട പോലെ 4 ഫ്ലോർ മൊത്തം ഇതുപോലെ മുകളിലേക്ക് ഫുൾ ഗോഡൌൺ ആയിരിക്കുന്നത്. അപ്പൊ സാധനത്തിന് ഒരു കുറവ് വരില്ല. എപ്പോഴും പുതിയ സ്റ്റോക്ക് കാണാൻ പറ്റാ. പുതിയ കളക്ഷൻ തരാനൊന്നും പറയില്ല. വരുമ്പോ തന്നെ ഞങ്ങളെ പൊട്ടിച്ച് കൈയോടെ പിടിച്ച് കൈയോടെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഓപ്പൺ ഓർഡറുകാർക്ക് അങ്ങനെ, എനിക്കിത് മൊത്തം വേണ്ടവർക്ക് അങ്ങനെ. ഇതൊക്കെ സ്റ്റിച്ചിങ്ങിന് പോകാനുള്ള മെറ്റീരിയൽസ് ആണ്. കസ്റ്റമർ ഓർഡർ ആണ് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ നമ്മൾ അവരനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അടിയിലേക്ക് മൊത്തം ഉണ്ട് കേട്ടോ മെറ്റീരിയൽ. ഞാൻ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. ഇനി നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് സംസാരിക്കാം. ഇത് പോകാനുള്ളതാണ് ആൾക്കാർക്ക് എടുത്ത് വെച്ചിടും. ഇനി നമുക്ക് ലൊക്കേഷൻ പറയാം. ആക്ച്വലി കളക്ഷൻ ഞാൻ കാണിച്ചാലും തീരില്ല. നിങ്ങൾ കണ്ടാലും തീരില്ല. കയ്യിലെ കാശ് തീർന്നാലും സാധനത്തിന് കുറവ് വരില്ല. ഇനി നമുക്ക് ഒന്ന് ലൊക്കേഷൻ പറയാം. ഇവിടെ പൊരിഞ്ഞ പണിയാണ്. ഞാനൊക്കെ ഇവിടെ വലിച്ചേരി ഇട്ട സംഭവം കസ്റ്റമറുടെ ഐറ്റാണ്. കുറെ കസ്റ്റമർ വന്ന് നോക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വലിച്ചേരിട്ടത് അതൊക്കെ ഇരുന്ന് മടക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പാക്കിംഗ് പോവാൻ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ ഒരു സംഭവം. ഇതെന്താ കാണിക്കാം. ഇപ്പൊ പൊട്ടിച്ച പുതിയ ഏതൊരു കസ്റ്റമറുടെ സംഭവം തോന്നുന്നു. അവര് ഇഷ്ടപ്പെട്ട് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ ലെങ്തിലും ഉള്ള ഡെനിമിന്റെ ഡെങ്കറി ഉണ്ട്. സാധാരണ നമ്മൾ ഇത് കാണുമ്പോ ഇങ്ങനെ പോയിട്ട് ഇത് ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ. ബട്ടൺ ടൈപ്പ്. ആഹാ ഇങ്ങനെ ശരിക്കുള്ള ഡങ്കറി 5 or 6 കളർ ഉണ്ടെന്ന് തോന്നുന്നു ഇതിലല്ലേ. ഓപ്പൺ ഡങ്കറി പക്കാ ഡെനിമിന്റെ മെറ്റീരിയൽ കേട്ടോ. ഇതിന്റെ ഉള്ളിലിടാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരാട്ടോ. അപ്പൊ ഇത് വലിയവർക്കുള്ളതാണ്. കുഞ്ഞുകുട്ടികൾക്കല്ല, വലിയ ഡബിൾ വരെ ഉണ്ട്. അപ്പൊ എനിക്ക് പാകാവും. നിനക്കും പാകാവും. ചേച്ചിക്ക് ലാർജ് മതിയല്ലോ. നിനക്കും പാകാവും. എനിക്കും പാകാവും. ഇതിന് ഡെനിമിന്റെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറി കിട്ടും. ഒരു സെറ്റിൽ തന്നെ പല കളർ. 5 കളേഴ്സ് ഉണ്ട്. ബ്ലൂ, ഡാർക്ക്. ഒരു സെറ്റിലാണോ ഇത്? 6 കളർ ഉണ്ട്. സൈസ്
ഒരു സൈസിലായിരിക്കും. ഒരു സൈസ് എന്ന് വെച്ചാൽ ഫ്രീ സൈസ് ആയിരിക്കും. അതിന്റെ ലൈറ്റ്, ഡാർക്ക്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, ആഷ്, ഇതാ ബ്ലാക്ക് കളർ ഉണ്ട്. അങ്ങനെ കളേഴ്സ് അവൈലബിൾ 5 എണ്ണത്തിന്റെ സെറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ എല്ലാ സൈസിലുണ്ട്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് എന്തായാലും ഒരു കസ്റ്റമറെ വീണ്ടും മടക്കി വെച്ചോ. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ മുതലാളിനെ, ശരിക്കും മുതലാളിനെ ഒന്ന് കാണണ്ടേ? ശരിക്കും മുതലാളി ഞാൻ അവിടെ ഇരിക്കാവുന്ന കുറച്ചൊക്കെ ആളിന്റെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇടയ്ക്കൊന്നൊരു മിന്നായം പോലെ കണ്ടു. പിന്നെ കസ്റ്റമറുടെ ഇടയിൽ ഒരു തിരക്കില് വിട്ട് ബില്ലിങ്ങിൽ ആളില്ലായിരുന്നു. ഇപ്പൊ ഫ്രീ ആയ? ഇപ്പൊ ഫ്രീ ആയെന്ന് പറഞ്ഞാൽ ഊണയിക്കേണ്ട സമയമായി. അതിന്റെ ഒരു ഫ്രീ സമയം കഴിഞ്ഞു. 2:30. എന്നാ ബിരിയാണി കഴിക്കാൻ പോകും. അതിന് മുന്നേ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഇപ്പൊ വരാം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു കേസും കൂടി പറയാനുണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി അല്ല, ഇഫ്താറിന്റെ കേസ്. അതാണ് ബിരിയാണി. പറയും. റംസാൻ പർച്ചേസിന് വരുന്ന ആളുകൾക്ക് ഇഫ്താറിന് നമുക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ റംസാന് വരുന്നവർ, റംസാൻ നോയമ്പുള്ളവർ മാത്രമല്ല, അല്ലാത്തവർക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്. ഫുഡ് കൂപ്പണാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. വന്ന് സൗകര്യമായിട്ട് ബെഡ് മാത്രം ഉണ്ടാവില്ല കിടക്കാനായിട്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വന്ന ആളുകൾക്കൊക്കെ ഫുഡ് കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കസ്റ്റമർക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ ആയിട്ട് ഒരു അഭിപ്രായം പറയാണ്ടാവില്ല. ആ അഭിപ്രായം ഒന്ന് കോമന്റ് സെക്ഷനിൽ പറയണം. കാണാനും മറ്റുള്ളവർ അറിയാനും ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാനും കൂടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഒന്ന് ഓപ്പണിങ്ങിനൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ വരാൻ പറ്റാത്തതിന് ഒരു സോറി, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഇനി ലൊക്കേഷൻ പറയാം നമുക്ക്. അപ്പൊ എന്താ പറയാ, ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഡെയിലി പുതിയത് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുക. ഫെസ്റ്റിവൽ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു 10 ഡ്രസ്സ് ഇങ്ങനെ മാറി ഇടാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉള്ളത്. പാർട്ടി വരുന്ന പറഞ്ഞാൽ അമ്മാരി കളക്ഷൻസ്, അതും ആ ഒരു പ്യുവർ പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ്. റേറ്റ് കുറവാണ്, ലാഭത്തിൽ വിൽക്കാം. അതെ, 3 ഇരട്ടി 4 ഇരട്ടി നമുക്ക് ബുട്ടിക്കാരാണെങ്കിൽ പിന്നെ കണ്ണടച്ചിട്ട് നമുക്കൊരു 80% നമുക്ക് ഇരട്ടി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. വെറൈറ്റി ഉണ്ട്, അത്രയും വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇനി ഒന്ന് ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ മാർക്കറ്റ് റോഡിൽ. എവിടെ? MNF ആർക്കേഡ് അല്ലേ? എവിടെയാണ്? ഏത് മാർക്കറ്റ് റോഡ്? തൃശ്ശൂർ മാർക്കറ്റ് റോഡ്. മാർക്കറ്റ് റോഡിൽ വരുമ്പോ നിങ്ങൾക്ക് MNF ആർക്കേഡിലാണ്. നമ്മളവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. MNF ആർക്കേഡ് ബിൽഡിങ്ങിൽ സൈഡിൽ കൂടി ഇങ്ങോട്ട് അകത്തേക്ക് റോഡുണ്ട്. ലിഫ്റ്റിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് നമ്മുടെ. അതെ. അപ്പൊ ഇനി പ്രിന്റ് ആൻഡ് ഡേയ്സിൽ വരുന്നവർക്കാണെങ്കിൽ പ്രിന്റ് ആൻഡ് ഡേയ്സിൽ വന്നാൽ മതി. ഞങ്ങൾ ഇങ്ങോട്ട് അവരെ കൊണ്ടുവരും. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്താണ്. ഇപ്പൊ ട്രെയിനിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് ഇത് നടുക്കിലായിട്ട് വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെ ഇറങ്ങിയാലും ഓട്ടോയിൽ ജസ്റ്റ് 60-80 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇനി ബൈ കാറാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റ് റോഡിൽ നിന്നോ അല്ലെങ്കിൽ മേനക എന്തെങ്കിലും എന്ന് വെച്ചാൽ അവർക്ക് MG വഴിക്കൊക്കെ കയറാൻ കുറച്ചുകൂടി എളുപ്പം. പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. വണ്ടിയായിട്ട് വരുന്നവർക്ക് അത് 1-2 വണ്ടികളല്ല, ഒരു 100 വണ്ടി വന്നാലും ഇവിടെ പാർക്കിംഗ് സൗകര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴെ എന്തോരോ പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് അടിയിലും മാത്രമല്ല മോളിലും സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പാർക്കിങ്ങിന്റെ മാർക്കറ്റ് റോഡിൽ സാധാരണ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ആ ഒരു സൊല്യൂഷനും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പരാതിയായിരുന്നു നമുക്ക് പ്രിൻസ് ആൻഡ് ഡൈസിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാനും അതുപോലെ സംഭവങ്ങളൊന്നും കാണാൻ ഒരു ക്വാണ്ടിറ്റി ഇല്ല. എല്ലാവരും എന്നോട് പറഞ്ഞത് കുറെ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുന്നില്ല. ഒരു 10 ആൾ കടയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട സൗകര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ആ ഒരു പരിഹാരം തീർത്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു ഫ്ലോർ മാത്രമല്ല, ഒരു 4 ഫ്ലോർ. എവിടെ നിന്നാലും തിരിഞ്ഞാലും കിടന്നാലും പറഞ്ഞാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോൾ ട്രെയിനിൽ വരേണ്ട കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ബസ്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് പ്രസ് ക്ലബ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡിലേക്ക് കയറാം. അവിടെ MNF ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ പേര് പറ മൈഫാബ് ക്ലോത്തിങ്. പുതിയ കട, പുതിയ കളക്ഷൻ, പുതിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. പിന്നെ പെരുന്നാളുടെ നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പറയാം. അടിപൊളിയായിട്ട് പെരുന്നാൾ പർച്ചേസ് ചെയ്യാം. വെസ്റ്റേണും പെരുന്നാളിന് ഗൗണും പാർട്ടി വെയറും പർച്ചേസ് ചെയ്താൽ നല്ല സെയിൽ കിട്ടും. കസ്റ്റമർ വന്ന് എന്തായാലും ഐറ്റം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, എനിക്കും നല്ല സെയിൽ നടക്കും. എല്ലാ സ്റ്റാഫ്മാരും ഒന്ന് ഓടി വന്ന് ഒരു കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർ കാണിക്കാൻ പാടില്ല. കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ ഇക്ക, ഒരു മിനിറ്റ് ഇക്ക, ഒരു ഹായ് ബായ് പറയാൻ അത്രേ ഉള്ളൂ. ആള് ഞാൻ വന്നപ്പോ തൊട്ട് കസ്റ്റമറുടെ ഞാൻ ഇങ്ങനെ തിരക്കില്ല. വാ, എനിക്ക് ജസ്റ്റ് ഒന്ന് ബായ് പറഞ്ഞാൽ മതി. എല്ലാരോടും ഒരു പെരുന്നാൾ ആശംസകള്, ഈസ്റ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് പറഞ്ഞോ. സാലിക്കക്ക് കുറെ കസ്റ്റമർ ഓൾറെഡി ഉള്ള. സാലിക്ക പറ.
അത് ആരാ പറയണ്ടേ സാലിക്കൊന്നും നിങ്ങളൊക്കെ മാറിപ്പോയി പറ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞേ. ഒന്നും പറയാനുള്ള വന്നവരോടെല്ലാം വിഷു പെരുന്നാൾ വിഷു ഈസ്റ്റർ കളക്ഷൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും വരിക, ഐറ്റംസ് എടുത്തുകൊണ്ട് പോവുക. പിന്നെ അവർക്കൊരു ആശംസ പറയണ്ടേ? ആ എല്ലാവർക്കും ഈസ്റ്റർ റംസാൻ വിഷു ആശംസകൾ. ആശംസകൾ. അതും ഏത് കടയുടെ പേരിലാ പറയേണ്ടത്? മൈ ഫാബ് ക്ലോത്തിങ്സ് എറണാകുളത്താണ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.